പ്രിയപ്പെട്ടവർ, ഇന്ന് ഏപ്രിൽ 17 വെള്ളിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ഈശോയെ, ഈ ആഴ്ചയിലെ അങ്ങയുടെ കാരുണ്യം കണ്ണുനീരോടെ ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയെ, മുട്ടിന് താഴേക്ക്, കാൽമുട്ടിന് താഴേക്ക്, തുടയിലേക്ക് നീര് പൊങ്ങിക്കിടക്കണ കണ്ട് കർത്താവ് സ്പർശിക്കും. അവർക്ക് എഴുന്നേക്കാൻ പാടില്ല, ഇരിക്കണവർ. കർത്താവെ, അങ്ങനെയുള്ള എല്ലാവരും നീ സ്പർശിക്കണം. പ്രാർത്ഥിക്കണമെന്നും പ്രാർത്ഥിച്ചത് സുഖപ്പെട്ടിട്ട് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരെയും നീ സ്പർശിക്കണേ കർത്താവെ. കർത്താവെ, യാത്രയുള്ള മക്കളെ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരും സ്വദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരും ജോലി സംബന്ധമായി യാത്ര ചെയ്യുന്നവരും യാത്ര മുടങ്ങിപ്പോരുണ്ട്. ഈശോയെ, കാലുകൾ ഉദച്ചും വാഹന അപകടത്തിലും മരത്തിൽ നിന്ന് വീണും
പലരും ഈ ദിവസങ്ങളിൽ അവരുടെ ഫോട്ടോയും കൂടെ എൻ്റെ അടുത്ത് വന്ന് അവരെല്ലാം ഞാനിപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈശോ നിൻ്റെ തിരുമുറുപാർന്ന വലതുകരം, ആണിപ്പടുതാർന്ന അത്ഭുതകരം കിടപ്പ് രോഗികളുടെ മേൽ നീ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിണർ പോലെ വൈദാഘാതം പോലെ ദൈവിക ശക്തി അവരിലേക്ക് ആവഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിത്യവൃത്തിക്ക് വകയില്ലാത്തവരുണ്ട്. എല്ലാ മേഖലകളിലും വിഷമിക്കുന്ന മക്കള്. ഇക്കാലങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തം ചെറിയവരെ തിരക്കാൻ ഉള്ള സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമല്ല എന്നുള്ളതാണ്. ചിലര് പ്രത്യേക ഏജൻസിനെ വെച്ചുകൊണ്ട് ഇവിടെ ദരിദ്രരില്ല, രോഗികളില്ല, ഇവിടെ എല്ലാം ഒന്നാം സ്ഥാനത്തേക്ക് കുതിക്കണം എന്നുള്ള ഒരു മിഥ്യാധാരണ വരുത്തിയിട്ട് അതിൻ്റെ പിന്നിൽ ഏറ്റവും ദരിദ്രനെയും ഓരം കെട്ടി കിടക്കുന്നവനെയും അവനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരു സാമൂഹ്യമായി അന്ധകാരം നാടിനെ വ്യാപിക്കുന്നുണ്ട്. കർത്താവേ, അത് എല്ലായിടത്തും അതുണ്ട്. ഒരു സ്റ്റേറ്റിലും മാത്രമല്ല, ഈ രാജ്യത്ത് തന്നെ ഇങ്ങനെയുള്ള കുറേ ഏജൻസികൾ ഇരുന്നുകൊണ്ട് മിഥ്യാബോധങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ അവലംബമില്ലാതെ ഉഴറുകയും തെറ്റായ തീരുമാനങ്ങൾ കാരണം ഉള്ള തൊഴിലിടങ്ങൾ വരെ അടച്ചുപൂട്ടുന്നതിൻ്റെ ഭീതിയിലിരിക്കുന്നു. എല്ലാം അടച്ചുപൂട്ടി ഇനിയിപ്പോൾ ആരോഗ്യ മേഖലയും സമരം ചെയ്ത് അടച്ചുപൂട്ടിക്കുകയാണ് തൽപര കക്ഷികൾ. ഓരോരോ കാരണങ്ങൾ പറഞ്ഞു. നാളെ ഈ രാജ്യത്ത് ഒന്നിനും മുതൽ മുടക്കാൻ ആരും ഉണ്ടാകത്തില്ല. അപ്പോഴും ഈ രാജ്യം ഒന്നാം സ്ഥാനത്താണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ വലിയ ഒരു രാഷ്ട്രീയ ഇരുട്ടിലും സാമൂഹ്യ ഇരുട്ടിലും ഒരു ജനത പെട്ടുപോകുന്ന അവസ്ഥ. ദൈവമേ, നിന്റെ മക്കളും രാജ്യം വിട്ടുപോകുന്നു. ഞങ്ങളുടെ ഭരണാധികാരികൾ ആര് തന്നെയാണോ ഈ രാജ്യത്തിന് ഈ നാടിന് ഭരിക്കാൻ പോകുന്നത്, അവർക്ക് ആര് ഭരിച്ചാലും അവർക്ക് സത്യസന്ധമായ മാർഗങ്ങൾ ജനങ്ങളുടെ ശ്രേയസ്സിനും എല്ലാവരെയും സന്ധിക്കാൻ ആവശ്യമായ മാർഗം കാണിച്ചു കൊടുക്കണം പ്രാർത്ഥിക്കുന്നു. വർഗീയത കൂടുതൽ രൂക്ഷമായിട്ട് പല്ലും നഖവും എടുത്ത് വളർത്തിയെടുത്തതിൻ്റെ പേരിൽ എല്ലാ മേഖലകളിലും ജനങ്ങൾ ചേരിതിരിഞ്ഞ് വൈരാഗ്യ ബുദ്ധിയോടുകൂടി വെറുപ്പ് കൃഷി ചെയ്യുന്ന അവസ്ഥയിലാണ്. കൃഷിയിടങ്ങളെല്ലാം തുറന്ന് കിടക്കുന്നു. അവിടെ ആർപ്പുവിളികളും പാട്ടുകളൊന്നുമില്ല, ഉൽപാദനങ്ങളില്ല. വെറുപ്പിൻ്റെ കൃഷി ഇറക്കുകയും അതേസമയം തന്നെ രാജ്യം അരാജകത്വത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. എല്ലാ സ്കൂളുകളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിസ്ഥാന വിദ്യാഭ്യാസത്തിന് മേഖലകളാണ്. ജോലി കിട്ടാതെ വിഷമിക്കുന്നവർ, ജോലി പിൻവാതിലൂടെ ഒപ്പിക്കുന്നവർ, അതേസമയം തന്നെ ജനങ്ങൾക്ക് ആശ്രയമായിരുന്ന പല ജോലി സംവിധാനങ്ങളും നോക്കുകുത്തിയെപ്പോലെ നിൽക്കുന്നത് ഉണ്ടാക്കുന്ന അരാജകത്വം വലുതാണ്. ദൈവമേ, ആ മേഖലയിലെല്ലാം മനുഷ്യന് സുബുദ്ധി തിരിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ഇങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കുമ്പോൾ രാഷ്ട്രീയവും സാമൂഹ്യവും വിദ്യാഭ്യാസപരമായിട്ട് ഒരു വട്ടം മനുഷ്യരെ തീർത്തും അശക്തരാകും. അതുപോലെ തന്നെ അരികുവൽക്കരിക്കപ്പെട്ടവരുമായിട്ട് മാറുന്നു. അവരെ ഓർത്താൽ ഞാൻ ഈ പ്രാർത്ഥന മുഴുവൻ പ്രാർത്ഥിച്ചു കൂട്ടുന്നത്. കർത്താവേ, അവർക്ക് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള ആപ്തവാക്യം ഉയർത്തിക്കൊണ്ട് ഈ കാലങ്ങളിൽ ബൈബിള് ഇട്ടുകൊടുത്തിരിക്കുന്ന എക്കാലത്തെയും വലിയ പിടിവള്ളി
ഇതിൽ മനുഷ്യൻ ആശ്രയിച്ചിരിക്കുന്നവരെല്ലാം നിൻ്റെ നാമത്തിൽ രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി, വീട്, വിവാഹം, ആരോഗ്യം, യാത്ര, സാമ്പത്തിക ബാധ്യത, വിറ്റുമാറ്റാനുള്ള തൊഴിലുകൾ, കടങ്ങൾ, ജപ്തി നടപടി, വിവാഹ ആലോചനകൾ, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകൾ, ഭവനരഹിതർ, ഏതെല്ലാം മേഖലകളിൽ അങ്ങയുടെ മക്കളെ വേദനിക്കുന്നുണ്ടോ, അന്തഃഛിദ്രം വന്ന കുടുംബങ്ങൾ, കേസും വാക്കാടവുമായിട്ട് നടക്കുന്ന, കോടതി കയറി ഇറങ്ങുന്ന കുടുംബങ്ങൾ, എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പുതിയ പുതിയ ആശങ്കകൾ വരികയാണ്. ഞങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് കഴിഞ്ഞവരെ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നു. അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ട് അവർ പോകുന്ന ഇടങ്ങളിലെല്ലാം, നീ പോകുന്ന ഇടത്തെല്ലാം നിൻ്റെ കൂടെ ഞാനുണ്ടാകുന്ന നല്ല ചില കർത്താവേ, നിൻ്റെ ചൈതന്യം അവരേക്ക് ആവശ്യിക്കുകയും എൻ്റെ പ്രാർത്ഥനയിൽ ആശ്രയിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് ഇപ്പം സങ്കടപ്പെടുന്നവരെ അവർ മനസ്സിൽ വിചാരിക്കുന്ന കാര്യത്തിൻ്റെ മേലെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശു നാമത്തിലെ വിടുതൽ ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൽ നീക്കുക. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ്റെ സുവിശേഷത്തിലെ വളരെ നമ്മളുമായിട്ട് വളരെ പ്രായോഗികമായിട്ട് സഹായിക്കുന്നൊരു വചനമുണ്ട്. അത് യോഹന്നാൻ 3:21. സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു. അങ്ങനെ അവന്റെ പ്രവർത്തികൾ ദൈവ ഐക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു. മതി. അപ്പൊ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവന്റെ സത്യം പ്രവർത്തിക്കാൻ വെളിച്ചത്തിലേക്ക് വരുന്നു. കാരണം അവന്റെ പ്രവർത്തികൾ ദൈവ ഐക്യത്തിൽ ചെയ്യുന്നുവെന്ന് വെളിപ്പെടുന്നു. അത് കാര്യത്തില് ഇപ്പം നമ്മുടെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താ? അവൻ പറയണ പോലെ ചെയ്യണമല്ലേ, പക്ഷെ അത് പ്രവൃത്തിയല്ലേ. പക്ഷെ പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മളത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ദൈവത്തോട് ഐക്യപ്പെട്ടാണ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങളോർക്കും പിന്നെ ഞങ്ങൾ അങ്ങനെയല്ലേ ചെയ്യണമെന്ന്. പക്ഷെ ചിലരങ്ങനെയല്ല. പലരും ഈ ഇൻറ്റൻഷൻ ഐക്യത്തിലാണ് ചെയ്യണത്, നിയോഗ ഐക്യത്തിൽ. അവിടെ ഒരു ഭയങ്കര തെറ്റുണ്ട്. ശരിക്കും പറഞ്ഞാൽ ദൈവ ഐക്യത്തിലല്ല ചെയ്യണ ഉടമ്പടി. ഇപ്പം നിങ്ങൾക്ക് വിസ കിട്ടണില്ല, ഉടനെ നിങ്ങളെന്താ ചെയ്യണത്? ഉടമ്പടി എടുക്കും. എന്നിട്ട് നിങ്ങളെ ഉപയോഗ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുവേ. എന്തിനാണ്? വിസ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അതെന്താ? നിയോഗ ഐക്യത്തിലാണ് ചെയ്യണം. ദൈവത്തിന് അവിടെ ബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ജോലിയില്ല, അല്ലെങ്കിൽ വീട് ജപ്തിയാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഉടമ്പടിയുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യും. അല്ലെങ്കിൽ നാട്ടിൻപുറത്താണെങ്കിലും നിങ്ങൾ ഉടമ്പടി എടുത്തില്ലെങ്കിലും നിങ്ങൾ കുർബാനയും കുമ്പസാരവും ഒക്കെ എല്ലാം ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ എന്താ വിഷയം? ദൈവൈക്യത്തിലല്ല, നിയോഗ ഐക്യത്തിലാണ്. ഇത് ഭയങ്കര വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ട്. ആൾക്കാർ ഇതിൻ്റെ അകത്ത് ഇരുട്ടി തപ്പണാണ്. എന്ന് വെച്ചാൽ നിയോഗ ഐക്യത്തിൽ ദൈവതിരുസന്നിധിയിൽ ഒരു സൽപ്രവൃത്തിയും സ്വീകാര്യമല്ല. അതിൻ്റെ അകത്തൊക്കെ വരുന്നൊരു വിഷയം വെച്ചാൽ ദൈവത്തിനവിടെ റോളില്ലല്ലോ. നിങ്ങളുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യണതാ. അതുകൊണ്ട് തന്നെ അത് പക്ഷെ മനുഷ്യൻ അറിയാതെ വിചാരിക്കും അപ്പം നമ്മൾ പ്രാർത്ഥിക്കില്ല. അപ്പം ദൈവത്തോടല്ലേ? ദൈവത്തോടാണ് പ്രാർത്ഥിക്കണത്. പക്ഷെ ഐക്യമാരാണ് നിയോഗത്തോട് ഐക്യപ്പെട്ടിരിക്കുന്നത്. അതാണ് യോഹന്നാൻ ഭയങ്കര സീരിയസ് ആയിട്ട് പറയണത്. നിങ്ങളുടെ പ്രവർത്തികൾ സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു. അങ്ങനെ അവന്റെ പ്രവർത്തികൾ ദൈവ ഐക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു. നമ്മുടെ പ്രവർത്തികൾ ദൈവ ഐക്യത്തിലാണെന്ന് നോക്കണം. അതാ നിയോഗ ഐക്യത്തിൽ തന്നെ കിടക്കണം നോക്കണം. ഇപ്പോഴ് നമ്മൾ പെട്രോൾ അടിക്കണ മുമ്പേ നമ്മൾ പെട്രോൾ അടിക്കാൻ ചെല്ലുമ്പോഴേ അവരാ നോബ് ഇങ്ങനെ പിടിക്കുമല്ല. നോബ് പിടിച്ചിട്ട് അവർ കാറേട്ടല്ല നോക്കണത്. അവർ പെട്രോളിൻ്റെ ആ ഡാഷ്ബോർഡില്ലേ അതുമേലാണ് നോക്കണത്. എന്താ നോക്കണത്? ഡീസലാണ് അടിക്കാൻ പോണത്, പെട്രോളാണ് അടിക്കാൻ പോണെന്നാണ് നോക്കണത്. അത് നോക്കിയിട്ട് നമ്മളോട് ചോദിക്കും ഡീസലാണോ പെട്രോളാണെന്ന്. അപ്പോൾ നമ്മൾ പറയും പെട്രോളാണ് അല്ലെങ്കിൽ ഡീസലാണെന്ന് പറയുമ്പോൾ അവരങ്ങോട്ടും നോക്കും. അവർ പിടിച്ചിരിക്കുന്ന നോബ് ഡീസലിൻ്റെ ആണ് പെട്രോളിൻ്റെ ആണ്. കാര്യം ഡീസൽ ടാങ്കിൽ പെട്രോൾ ഒഴിച്ചുള്ള അവസ്ഥ എന്താണ്? പെട്രോൾ ടാങ്കിൽ ഡീസൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മൊത്തം എഞ്ചിന് ഊരി കഴുകേണ്ടി വരും. അപ്പം അതുപോലെ തന്നെയാണ് ഈ വിഷയം. നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ഈ ദൈവ ഐക്യത്തിലാണോ
നിയോഗ ഐക്യത്തിലാണോ നോക്കണം. നിയോഗ ഐക്യത്തിലാണെങ്കിൽ പെട്രോൾ ടാങ്കിൽ ഡീസൽ അടിക്കുന്ന പോലെ ഇരിക്കും. ഓക്കെ അല്ലേ? അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ നിൽക്കുവാനുള്ള യോഗ്യത എനിക്കില്ല. അമ്മയുടെ കൃപ കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ പേര് പ്രിയ. ഞാൻ വാഴക്കുളം സെൻറ്റ് ജോർജ് ഫോറേനോ പള്ളി ഇടവക അംഗമാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് ടിജോ നെടുങ്ങാട്ട് ലൂക്ക. ഞങ്ങളുടെ മോൻ നെഥാനിയൽ ടിജോ. ഞങ്ങൾക്ക് 10 വർഷമായിട്ട് പിള്ളേരില്ലായിരുന്നു. അപ്പോൾ ഉടമ്പടി എടുത്തു. 2/2/2024 ഞാൻ ഉടമ്പടി എടുത്തു ആദ്യമായിട്ട് ഇവിടെ വന്ന്. അപ്പോൾ ഉടമ്പടിയിൽ എല്ലാ നിബന്ധനകളും കൃത്യമായിട്ട് പാലിച്ചു പോകുന്നതായിരുന്നു. അപ്പം ഞങ്ങൾ UK അവിടെ കുറച്ച് പരിമിതികളുണ്ട്, എങ്കിലും അതെല്ലാം ഞങ്ങൾ പാലിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉടമ്പടി രണ്ടാമത് പുതുക്കിയത് 13/1/2025. അപ്പം ഞാനിവിടെ വന്നപ്പോൾ, നാട്ടിൽ വന്നപ്പോൾ എനിക്ക് ചെറിയൊരു ചെക്കപ്പ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അതിനു മുമ്പ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് ഇത്രയും വർഷമായിട്ട് പിള്ളേരില്ലല്ലോ, അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാമെന്ന്. അപ്പോൾ ഹസ്ബൻഡ് പറയുന്നത്, അബ്രഹാം സാറയും ഒത്തിരി വർഷം കാത്തിരുന്ന് അവർക്ക് 100ാമത്തെ വയസ്സിലാണ് കുഞ്ഞുങ്ങളുണ്ടായെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അതൊക്കെ ബൈബിളിലുള്ളതല്ലേ, നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ, കാരണം ഒരു 42 ഇയേഴ്സ് കഴിഞ്ഞാൽ പിന്നെ പിള്ളേരുണ്ടാകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ഹസ്ബൻഡിന് ഒട്ടും വില്ലിങ് അല്ല ഒരു ഹോസ്പിറ്റലും പോയി IVF IUI അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യാൻ വില്ലിങ് അല്ല. എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി നമ്മൾ ഒരു ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്ന് നമ്മളെ ഒരു സ്കാൻ ചെയ്തു. അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്കൊരു മുഴയുണ്ട് യൂട്രസിൻ്റെ അകത്ത്, അതുകൊണ്ട് ആ മുഴ എടുത്ത് മാറ്റാതെ കൊച്ചുങ്ങളുണ്ടാവത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ സർജറിക്ക് വേണ്ടി ഡേറ്റ് അവർ തന്നു. ഞങ്ങൾ തിരിച്ചു പോകുന്നതിന് മുമ്പ് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഓക്കെ എന്നാൽ ഡേറ്റ് തന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ ഡേറ്റ് തന്നു. പക്ഷേ അന്നേരം നമ്മുടെ മനസ്സിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യണ്ടെന്നൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോഴത്തേനും അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ടോക്കൺ ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ മുഴയുടെ കാര്യം മാത്രമുള്ള അച്ഛനോട് പറഞ്ഞോളൂ, അവിടെ എഴുതി വെച്ചുള്ള ഓഫീസിൽ. അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് പിള്ളേരില്ലാത്ത കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല. അച്ഛൻ്റെ മുമ്പിൽ നിന്നപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കുടുകൂടാ വെള്ളം വരുമായിരുന്നു, കാരണം എനിക്ക് അത്രയ്ക്ക് സങ്കടം വന്നു. അപ്പോൾ അച്ഛൻ്റെ മുഖത്ത് ഒരു ചെറിയ ചിരി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത്, ഈ അച്ഛൻ എന്തിനാ ചിരിക്കുന്നത് എന്നിങ്ങനെ ഓർത്തായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാനൊന്നും അച്ഛനോടൊന്നും പറഞ്ഞൊന്നുമില്ല, എനിക്ക് പിള്ളേരില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അച്ഛൻ പറഞ്ഞു, അച്ഛനത് വായിച്ച് നോക്കിയിട്ട് ഉടമ്പടി തൈലം തന്നു. അത് കൊണ്ടുപോയി വയറയിൽ പുരട്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ടോയ്ലറ്റിൽ പോയി. എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി തിരിച്ച് അച്ഛൻ എനിക്കൊരു വെഞ്ചരിച്ച കാശുരൂപം തന്നു. ഞങ്ങൾ തിരിച്ചു പോയി. ഇവിടുന്ന് ഉടമ്പടിയൊക്കെ എടുത്ത് പുതുക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു പോയി. UK ചെന്നു. അവിടെ ചെന്ന് എല്ലാ ദിവസവും നമ്മൾ ഉടമ്പടി തൈലം ഡ്യൂട്ടിക്ക് പോകുമ്പോഴും വരുമ്പോഴും എല്ലാം കുടുംബ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം ഇങ്ങനെ ഉടമ്പടി തൈലവും വെഞ്ചരിച്ച ഉപ്പും, ഈവൻ ഞങ്ങൾ ഉണ്ണുന്ന സമയത്ത് കുറച്ചൊക്കെ വെഞ്ചരിച്ച ഉപ്പ് എടുത്ത് ചോറിൻ്റെ അകത്തൊക്കെ ഇട്ട് കഴിക്കുമായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് ആ 2 മാസം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പ്രഗ്നൻ്റായി. അപ്പം ഓരോരുത്തർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, പൈസ ഉണ്ടാക്കി നടക്കുവാണ്, പിള്ളേരില്ലാത്തവർക്കറിയാം അതിൻ്റെ വിഷമം ആൾക്കാരുടെ എടുക്കുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ നാട്ടിൽ വരാനോ ആൾക്കാരെ ഫേസ് ചെയ്യാനോ വിളിക്കാനോ അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം 10 വർഷമായി എല്ലാവരും ചോദ്യം തുടങ്ങി, ഇതെന്നാ നിങ്ങൾ ട്രീറ്റ്മെൻറ്റിനൊന്നും പോകുന്നില്ലേ എന്നൊക്കെ ഭയങ്കര ചോദ്യം. എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ നോർമലായിട്ട് ഒരു കുഞ്ഞിനെ തരണം. അപ്പം ഞാൻ കൂടുതലും മനുഷ്യനോട് സംസാരിക്കുന്നതിൽ കൂടുതൽ ഞാൻ ഈശോയോടും മാതാവിനോടും യേശുപിതാവിനോട് പ്രാർത്ഥിക്കും. അപ്പം ഞാനിങ്ങനെ യേശുപിതാവിനോടും മാതാവിനോടും ഈശോയോടും ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, നെസറത്തിലെ തിരുക്കുടുംബം പോലെ എൻ്റെ കുടുംബത്തെ ആക്കണേ എന്ന് പറയും എന്നും പ്രാർത്ഥിക്കുമ്പം. അപ്പം ഞാൻ പറയും, എനിക്കൊരു കുറവുണ്ട്, നെസറത്തിലെ കുടുംബം പോലെ ആക്കണമെങ്കിൽ എൻ്റെ കയ്യിലൊരു കൊച്ചു വേണമല്ലോ. അപ്പം ഞങ്ങൾ 25-ാം തീയതി ക്രിസ്മസിൻ്റെ അന്ന് ഞങ്ങൾ പള്ളിയിൽ പോയപ്പോഴത്തേനും ഞാൻ ഉണ്ണീശോയോ മാതാവിനോട് പറഞ്ഞു, അമ്മയുടെ കയ്യിലൊരു കുഞ്ഞുണ്ടല്ലോ 2025. അപ്പോൾ അതുപോലെ എൻ്റെ കയ്യിലും അടുത്ത വർഷം 2026 ഞാൻ വരുമ്പോൾ എൻ്റെ കയ്യിൽ അമ്മേനെ കാണാൻ വരുമ്പോൾ എൻ്റെ കയ്യിലും ഇതുപോലെ ഒരു ഉണ്ണിയെ ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു ഞാൻ പ്രഗ്നൻ്റായി. ഹോൾ ഓവർ എൻ്റെ പ്രഗ്നൻസിയിൽ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നു. എല്ലാവരും ചോദിക്കുന്നു, നിനക്ക് എന്നാ ലീവ് എടുത്താൽ എന്നാ കുഴപ്പം? കാരണം ഞങ്ങളവിടെ NHS വർക്ക് ചെയ്യുന്നത് UK. അപ്പം നമുക്ക് ലീവ് വേണമെങ്കിൽ എടുക്കാം, എന്തെങ്കിലും സിക്ക് ഉണ്ടെങ്കിൽ. ഞാൻ പക്ഷേ എല്ലാ ദിവസവും വരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ ചോദിക്കുന്നു, എൻ്റെ കൂടെയുള്ള കൊളീഗ്സൊക്കെ ചോദിക്കുന്നത്, നീ ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല എല്ലാ കാര്യത്തിലും. അപ്പോൾ ഇത്രയും സ്ട്രെങ്ത് നിനക്ക് എവിടെ നിന്നാണ്? ഞാൻ ഇപ്പം ഇടയ്ക്ക് എൻ്റെ കയ്യിലൊരു അച്ഛൻ തന്ന കാശുരൂപം, ഒരു കൊന്ത ഞാൻ വാങ്ങിയായിരുന്നു. കൊന്തയിലിട്ട് ആ കാശുരൂപം പിടിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു കുഞ്ഞു മാതാവിൻ്റെ
പരിശുദ്ധാത്മാവിൻ്റെ ഇതുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ എടുത്ത് കാണിക്കും. ഇതാ എൻ്റെ ബലം എന്ന് പറയും. എപ്പോഴും ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അത് ഞാൻ പോക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് പോകുന്നത്. പിന്നെ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ള വചനം ഞാൻ എൻ്റെ പ്രഗ്നൻസിയിലും എല്ലാം എൻ്റെ ലൈഫിൽ മൊത്തം ഞാൻ അത് മുറുകെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ എൻ്റെ പ്രഗ്നൻസിയിലൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേങ്കിൽ 8ാം മാസമായപ്പോഴത്തേനും ഞങ്ങൾക്ക് ഒരു വീട് ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ വന്നപ്പോഴത്തേനും പെട്ടെന്ന് എൻ്റെ ഫ്ലൂയിഡ് ലീക്കായി. അത് എല്ലാവരും വിചാരിച്ചു ഞങ്ങൾ അതായത് ഞാനെല്ലാം ചെയ്തതിൻ്റെ ഇതായിരിക്കുമെന്ന്. പക്ഷേ ഞാനൊന്നും ചെയ്തിട്ട് എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടീവ് ആയതുകൊണ്ട് പുള്ളിയാണ്, പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സും കൂടി സഹായിച്ചാണ് വീടിൻ്റെ ഷിഫ്റ്റിങ്ങും സാധനങ്ങൾ പിറക്കി വെക്കാനും എല്ലാം സഹായിച്ചത്. അതിൻ്റെ ഇതിൽ ഞങ്ങൾ ആ വീട്ടിലേക്ക് ചെന്ന് കയറി. പിന്നെ ഞങ്ങൾ പഴയ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ എനിക്കിങ്ങനെ ഫ്ലൂയിഡ് ലീക്ക് അടിച്ചു. അപ്പോൾ രാത്രി ഞാൻ അന്നേരം പെട്ടെന്ന് ഹസ്ബൻഡിനോട് പാനിക്കാവുമല്ലോ എന്ന് വിചാരിച്ച്, എനിക്കറിയാം എൻ്റെ കൊച്ച് പുറത്ത് വരാൻ പോവാന്ന്. അപ്പോൾ അതിന് മുമ്പ് ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് എൻ്റെ കുഞ്ഞിങ്ങനെ തള്ളുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ഫ്രണ്ട്സിനോട് പറയും, ഇവൻ നേരത്തെ ചാടി പോരുമെന്നാണ് തോന്നുന്നതെന്ന് പറയുമായിരുന്നു. എന്നിട്ട് എൻ്റെ കുഞ്ഞ് 8ാം മാസമായപ്പോഴത്തേനും ഞാനിങ്ങനെ ഫ്ലൂയിഡ് ലീക്ക് അടിച്ചു. ഞാൻ പറഞ്ഞ ഹസ്ബൻഡിനോട് എന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് എത്തിക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ചോദിച്ചു എന്നാ പറ്റി. ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ചെറുതായിട്ട് ലീക്കിങ്. അപ്പം പേടിക്കാൻ മാത്രം എന്തെങ്കിലും പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു ഒന്നും പേടിക്കാനില്ല, കാരണം ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി പാനിക്കാവും. എന്തെങ്കിലും ആക്സിഡൻ്റ് ആയാൽ പിന്നെ അതും നമ്മൾ തന്നെ സഹിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല. അന്നേരം ഞാനിങ്ങനെ ഫ്ലൂയിഡ് ലീക്ക് അടിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ മാതാവ് എൻ്റെ കുഞ്ഞിനെ കാത്തോളങ്ങനെയെന്ന് ഞാൻ ഉറക്കെ വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ആ സമയത്ത് വീട്ടിലില്ലായിരുന്നു, പുറത്ത് പോയി. പെട്ടെന്ന് കയറി വന്നപ്പോഴാണ് ഇത് ഞാനിങ്ങനെ പറഞ്ഞത്. എന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി ഡോക്ടർ ചെക്ക് ചെയ്തപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു 5 to 6 സെൻറ്റിമീറ്റർ ആയി പെട്ടെന്ന്. അന്നേരം ഓൾറെഡി ഡോക്ടർ പറഞ്ഞു ഇത്രയും വജൈനൽ ഇൻഫെക്ഷൻ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് പുറത്ത് വന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നിട്ട് എന്നോട് ചോദിച്ചു ഇതുവരെ നിനക്കൊരു സിംറ്റംസും ഇല്ല. ഞാൻ പറഞ്ഞു ഇല്ല, എനിക്കൊരു പനിയാട്ടെ വേറെ ഒരു കുഴപ്പമാട്ടെ ഒന്നുമില്ല. പക്ഷേ എന്തോ ദൈവമാതാവിൻ്റെ കൃപ, പരിശുദ്ധാമ്മയുടെ കൃപ കൊണ്ട് എനിക്ക് ഒരു കുഴപ്പവും ആ പ്രഗ്നൻസിയിൽ വന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ ഡെലിവറി റൂമിൽ കയറി. ഡെലിവറി റൂമിൽ ചെന്നപ്പോൾ അവർ ചോദിക്കുന്നു വേദനയൊന്നുമില്ലേ. ഫ്ലൂയിഡ് അപ്പം ഓൾമോസ്റ്റ് മൊത്തം പോയിരിക്കുമോ, ഫ്ലൂയിഡ് മൊത്തം ലീക്ക് അടിച്ച് പോയി. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവർ രാവിലെ തൊട്ട് പെയിൻ ഇല്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ വരെ ഞാൻ അവിടെ കിടന്നു, എനിക്ക് വേദനയില്ല, പുഷ് ചെയ്യുന്നുണ്ട് പക്ഷേ വരുന്നില്ല. അവസാനം 9:45 ആയപ്പോഴത്തേനും എനിക്ക് ബേബീനെ കിട്ടി. അപ്പോൾ എല്ലാവർക്കും പേടി, കാരണം 8ാം മാസം ജനിച്ചുകൊണ്ട് വെയിറ്റ് ഒത്തിരി കുറവായിരിക്കും. കൊച്ചെന്നാ ചെയ്യും, നാട്ടിൽ ഞങ്ങൾക്ക് ആരും സഹായത്തിനില്ല, വീട്ടിൽ നിന്ന് ആരെയും കൊണ്ടുവന്നിട്ടില്ല. എന്താണേലും ഞങ്ങളുടെ കൂടെ മാതാവുണ്ട്, ഈശോയുണ്ട്, അതുപോലെ യൗസേപ്പിതാവും ഞങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് ആരും, കാരണം എനിക്ക് അപ്പനില്ല, അപ്പം എൻ്റെ കൂടെ എൻ്റെ അപ്പനായിട്ട് യൗസേപ്പിതാവുണ്ട്. അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എന്താണേലും അവിടെ ഡെലിവറി കഴിഞ്ഞു, നോർമലായിട്ട് ഇവനെ പുറത്തെടുത്തു. ഞാൻ 2.56 ഉണ്ടായിരുന്നു വെയിറ്റ്, ഒരു നോർമൽ ബേബിയുടെ വെയിറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ UK-ലെ റൂൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവൻ നോർമൽ ബേബിയാണെങ്കിൽ പോലും നമ്മളെ നിയോനേറ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ കുഞ്ഞിനെ കൊണ്ടുപോയി ആക്കും. അങ്ങനെ അവിടെ 2 weeks അവൻ കിടന്നു. അവനൊരു കുഴപ്പമില്ലായിരുന്നു. അവന് ഫീഡൊക്കെ ടോളറേറ്റ് ചെയ്തു. എല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ പ്രഗ്നൻസിയിൽ ഓരോ സ്കാനിന് പോകുന്നതിന് മുമ്പ്, അത് ഞാൻ പറയാൻ വിട്ടുപോയത്, സോറി. പ്രഗ്നൻസിയിൽ ഓരോ സ്കാനിന് പോകുന്നതിന് മുമ്പ് നമ്മൾ ഉടമ്പടി ഉപ്പ്, വെഞ്ചരിച്ച ഉപ്പ് എടുത്ത് ഞാൻ കുറച്ച് പോക്കറ്റിൽ വെക്കും, ചെറിയ ടിഷ്യൂവിൻ്റെ അത് പൊതിഞ്ഞ്. എന്നിട്ട് അവിടെ കൊണ്ടുപോയി ആ ടേബിളിന് അവിടെ കിടക്കുന്നിടത്ത് ഞാൻ തരുമായിരുന്നു. പിന്നെ അതുകൂടാണ്ട് തൈലം ഡോക്ടർ കാണാതെ ഞാൻ അൾട്രാസൗണ്ടിൻ്റെ സ്കാൻ ചെയ്യുന്ന അത് പ്രോബയിലും വെക്കും. പിന്നെ എൻ്റെ വയറേലും പുരട്ടുമായിരുന്നു, വിശ്വാസ പ്രമാണം ചെല്ലുമായിരുന്നു. ഇതെൻ്റെ എല്ലാ സ്കാനിനും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2ാമത്തെ സ്കാൻ ആയപ്പോഴത്തേനും അവർ പറഞ്ഞു ഒരു മുഴയല്ല 2 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഓർത്ത് കൊച്ചിന് വല്ല പ്രശ്നവും വരുമോ എന്ന്. പക്ഷേ കൊച്ചിനൊരു പ്രശ്നവും വന്നില്ല. എന്നിരുന്നാലും ഇത്രയും വെയിറ്റോട് കൂടി കുഞ്ഞുണ്ടായി. ആ ഉണ്ടായ സമയത്ത് നിയോനേറ്റലായിരുന്നപ്പോൾ പോലും നമ്മൾ കുഞ്ഞിന് എപ്പോഴും വെഞ്ചരിച്ച തൈലം നെറ്റിയെ പുരട്ടി വിശ്വാസ പ്രമാണം ചെല്ലുക. നമുക്ക് രാവിലെ തൊട്ട് അവനെ കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ എല്ലാ സമയവും നമ്മൾ വെഞ്ചരിച്ച് തൈലം വെച്ച് അവൻ്റെ നെറ്റിയിൽ പ്രാർത്ഥിക്കും, വിശ്വാസ പ്രമാണം ചെല്ലുമെന്ന്. November 25th വരേണ്ടതാണ് അവൻ. അപ്പോൾ ആ സമയം വരെ അവിടെ കിടക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പെട്ടെന്ന് ഒരു ദിവസം ഡോക്ടർ പറഞ്ഞു ഇവൻ ബിഗ് ബേബി അല്ലേ, ഞങ്ങൾ ഡിസ്ചാർജ് ആക്കുമെന്ന് പറഞ്ഞു. നമ്മളൊന്നും റെഡി ചെയ്തിട്ടില്ല, എല്ലാം റെഡി ചെയ്ത് പെട്ടെന്ന് ബേബീനെ ഡിസ്ചാർജ് ആക്കി തന്നു. ഞാനപ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു. കിടന്നപ്പോൾ ഡെയിലി ബ്രെഡൊക്കെ കൂടും. എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ഡെയിലി ബ്രെഡൊക്കെ കൂടുമ്പോഴത്തേനും ഞാൻ പ്രാർത്ഥിക്കും, മാതാവേ അമ്മയുടെ കുഞ്ഞ് അമ്മയുടെ കൂടെയല്ലേ കിടന്നത്, എൻ്റെ കുഞ്ഞിനെ അവിടെ കൊണ്ടേ ആക്കിയേക്കുവാണല്ലോ, അപ്പോൾ എൻ്റെ കൂടെ തരണം എന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് അമ്മ തന്നെ ഒരു ദിവസം പെട്ടെന്ന് ഡോക്ടറിനെ കൊണ്ട് പറയിപ്പിച്ച മാതിരി ഡിസ്ചാർജ് ആക്കുവാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ കൂടെ അവൻ വന്നു. ഞങ്ങൾ അവന് പേരിട്ടേക്കുന്ന ആ ഇടയ്ക്കെല്ലാം ഡെയിലി ബ്രെഡിൽ അച്ഛൻ എപ്പോഴും നെതാനിയേലിൻ്റെ കഥയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് എപ്പോഴും ആ വചനം വെച്ചാണ് അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അതുകൊണ്ട്
അതുകൊണ്ട് ഞങ്ങൾ വേറെ പേര് സെലക്ട് ചെയ്തതാണ്. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം പേര് ഇടുന്ന കാര്യം അവിടെ ഹോസ്പിറ്റലുകാർ ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് ചാടി പറഞ്ഞു നെതാനിയേൽ എന്ന് മതിയെന്ന്. അങ്ങനെ അവന് നെതാനിയേൽ എന്ന് പേരിട്ടു. അങ്ങനെ 10 വർഷം കൂടി ഞങ്ങൾക്കുണ്ടായ കുഞ്ഞിന് നെതാനിയേൽ എന്ന് പേരിട്ട് ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. പ്രിയ ഓൾറെഡി പറഞ്ഞിരുന്നു, ഞങ്ങൾ NHSൽ വർക്ക് ചെയ്യുകയാണ് നേഴ്സായിട്ട്. അപ്പോൾ അവിടെ എല്ലാം ഒരുവിധം എൻ്റെ കോളീഗ്സ് അവർ ഓസ്ട്രേലിയക്ക് അപ്ലൈ ചെയ്തായിരുന്നു. അപ്പോൾ എനിക്കൊരാഗ്രഹം ഇതുപോലെ ഓസ്ട്രേലിയയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാലോ എന്ന്. അപ്പോൾ ഞാൻ പ്രിയയോട് പറഞ്ഞു നമുക്കിങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാലോ എന്ന്. അപ്പോൾ അതിന് മുമ്പ് അത് ഒത്തിരി തടസ്സങ്ങളുണ്ട്. ഞാൻ വർക്ക് ചെയ്തെടുത്തു നിന്നൊക്കെ ഗുഡ് സ്റ്റാൻഡിങ് മേടിക്കണം. പ്രത്യേകിച്ച് കുവൈറ്റിൽ ഞങ്ങൾ കുറച്ച് വർഷം ഉണ്ടായിരുന്നു. കുവൈറ്റിൽ ഗുഡ് സ്റ്റാൻഡിങ് കിട്ടുന്നത് പറഞ്ഞാൽ ഒരു ചാലഞ്ചിങ് ആണ്. അപ്പോൾ എന്തായാലും അത് അപ്ലൈ ചെയ്യുന്ന മുമ്പ്, സബ്മിറ്റ് ചെയ്യുന്ന മുമ്പ്, ഡോക്യുമെൻറ്റ്സ് അയക്കുന്നതിന് മുമ്പ് ഞാൻ വിശുദ്ധ തൈലം പറ്റി, ലാപ്ടോപ്പിൽ വിശുദ്ധ തൈലം പറ്റി ഉപ്പ് ഇച്ചിരി നാവിലിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഗോസ്പൽ റോമൻസ് ചാപ്റ്റർ 10 വേഴ്സസ് 9 ചൊല്ലിയായിരുന്നു. ഇഫ് യു കൺഫേഴ്സ് വിത്ത് യുവർ ടങ് ദാറ്റ് ലോർഡ് ഈസ് ഗോഡ് and if you have received the grace by the Lord, it is not by yourself but it is through the gift of God ചൊല്ലായിരുന്നു. അത് ചൊല്ലി സബ്മിറ്റ് ചെയ്തു. ഗുഡ് സ്റ്റാൻഡിങ്ങും കിട്ടി, മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അതും കിട്ടി. ബാക്കി എല്ലാ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്തു. പിന്നെ ഇത് ഓസ്ട്രേലിയൻ പോയിൻ്റ് ബേസിസിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതുകൊണ്ട് ലാംഗ്വേജ് എക്സാമിനേഷൻ റിക്വയർഡ് ആയിരുന്നു. OET ഒന്നുകൂടി അപ്ലൈ ചെയ്യേണ്ടി വന്നു. OET 3 വർഷം മുമ്പ് UK പോകുന്നതിന് മുമ്പ് OET കൊടുത്തായിരുന്നു. അത് 4ാമത്തെ അറ്റംപ്റ്റിൽ കിട്ടിയതാണ്. അതിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞായിരുന്നു. അതുകൊണ്ട് എക്സാം ഡേറ്റ് എടുക്കുന്ന മുമ്പ് ഞാൻ മാതാവിനോട് തുറന്ന് പറഞ്ഞു, മാതാവ് എൻ്റെ പൊന്നമ്മേ, മാതാവിനെ അറിയാലോ, UK വരുന്ന മുമ്പ് 4ാമത്തെ പ്രാവശ്യം അറ്റൻഡ് കിട്ടിയതാണ്. വളരെ പാടാണ്, വലിയ കഴിവോ ബുദ്ധിയൊന്നുമില്ല. മാതാവ് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ മാതാവ് എനിക്കിത് ഇത് ശരിയാക്കി തരണം എന്ന് മാതാവ് പറഞ്ഞു. എൻ്റെ പൊന്ന മാതാവ്, എൻ്റെ പൊന്ന ഈശോ, എനിക്ക് ഇതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റില്ല, ഇനിയും കിട്ടിയില്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഫസ്റ്റ് ചാൻസ് തന്നെ എൻ്റെ പൊന്നമ്മ എനിക്ക് ശരിയാക്കി തരണം എന്ന് പറഞ്ഞു. OETക്ക് ഡേറ്റ് എടുത്തു. മാതാവിനോട് പറഞ്ഞു, മാതാവിനെ ആശ്രയിച്ച് ഞാൻ ഡേറ്റ് എടുത്തു. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ UK ഡ്രൈവിംഗ് ഡേറ്റിന് അപ്ലൈ ചെയ്തായിരുന്നു. എക്സാമിൻ്റെ ഒരു 2 മാസം മുമ്പ് ഞാൻ ഡേറ്റ് എടുത്തായിരുന്നു. അവിടെ ഡ്രൈവിംഗ് കിട്ടാനും വേറൊരു ചലഞ്ചിങ് ടാസ്ക്കാണ്. എനിക്ക് സെക്കൻഡ് അറ്റംപ്റ്റിൽ കിട്ടിയത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടാത്തതുകൊണ്ട് എനിക്ക് വലിയ വിഷമമൊന്നുമില്ല, കാര്യം ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയി. അപ്പോഴെൻ്റെ ഒരു ഡീപ്പ് ഇൻസൈറ്റ് പറഞ്ഞു, ഇത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടിയ എൻ്റെ ഇനി അപ്കമ്മിങ് OET എക്സാമിന് അത് ബാധിക്കും, എനിക്കത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി. കാരണം അന്നേരം ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടിയ കാർ എടുക്കും, അങ്ങനെ കുറേ സമയം പോകും, അങ്ങനെ കറങ്ങാൻ പോകും, അങ്ങനെ OET അങ്ങനെ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടിയില്ലാത്തതുകൊണ്ട് സെക്കൻഡ് അറ്റംപ്റ്റിലൊരു ഡേറ്റ് എടുത്തു. അത് OET കഴിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ OETയിലേക്ക് തിരിച്ച് വരുമ്പോൾ OET എക്സാമിന് ഡേറ്റ് എടുത്തു. അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് OET എക്സാമാണ്. അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് സ്പീക്കിങ് അറ്റ് ഹോമാണ് ത്രൂ ലാപ്ടോപ്പ്. അപ്പോൾ സ്പീക്കിങ്ങിൻ്റെ എക്സാമിൻ്റെ തലേദിവസം ഞാൻ ഇതുപോലെ ഡെയിലി ബ്ലെസ്സിങ്, കൃപാസനം, ധ്യാനവും കണ്ടു. മാതാവിനോട് മാധ്യസ്ഥ അപേക്ഷ, എൻ്റെ പൊന്നമ്മേ, ഈ പൊക്കവും വണ്ണേ ഉള്ളൂ, ലുക്കൊക്കെ ഉള്ളൂ, വാ തുറന്ന പൊട്ടത്തരം പറയുള്ളൂ, അതുകൊണ്ട് സ്പീക്കിങ്ങിന് മാതാവ് എന്നെ സഹായിക്കണം. സ്പീക്കിംഗ് എക്സാമിന് വേണ്ടി ഞാൻ പ്രത്യേകിച്ച് മാധ്യസ്ഥ അപേക്ഷിച്ചു. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കാൻ വേണ്ടി ഈശോയോട് പറഞ്ഞു. Gospel John chapter 14 verses 6, but the advocate, the Holy Spirit, whom the Father sends, will teach you everything and will remind you everything. ഞാൻ എപ്പോഴും പറഞ്ഞ് പ്രാർത്ഥിക്കായിരുന്നു പ്രാക്ടീസ് ചെയ്യുമ്പോൾ. പ്രാക്ടീസിൻ്റെ സമയത്താണെങ്കിൽ മോക്ക് ടെസ്റ്റിനാണെങ്കിൽ എനിക്ക് ഒരിക്കലും കിട്ടില്ല, എപ്പോഴും ഫെയിലാണ്. അതുകൊണ്ട് എൻ്റെ ഓൺലൈൻ ട്യൂട്ടർ പറഞ്ഞു, നീ എക്സാമിന് റെഡിയല്ല, ബെറ്റർ റീസ്കെഡ്യൂൾ ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഞാൻ റീസ്കെഡ്യൂൾ ചെയ്തില്ല, മാതാവിനെ ആശ്രയിച്ച് ഞാൻ ആ ഡേറ്റ് എടുത്തത്. അതുകൊണ്ട് സെലക്റ്റഡ് ഡേറ്റ് മാറ്റുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് മാതാവിനെ ഈശോനെ ഞാൻ തുറന്ന് പറഞ്ഞു, മാതാവ് ഈശോയെ, ഞാൻ ഡേറ്റ് എടുത്ത മാതാവിനെ ഈശോനെ ആശ്രയിച്ച, അതുകൊണ്ട് നാണം കെടുത്താൻ ഇടവരുത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സ്പീക്കിങ്ങിന് ഇരിക്കുമ്പോൾ ലാപ്ടോപ്പിൽ ഞാൻ വിശുദ്ധ തൈലം തേച്ച് ഉപ്പ് ഇട്ട്, ഇരിക്കുന്ന ടേബിളിൽ ഉപ്പ് ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ സ്പീക്കിംഗ് തുടങ്ങിയപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്ത കാൾ എനിക്ക് ഇനഫ് ടൈം കിട്ടുകയില്ല കവർ ചെയ്യാൻ പോയിൻറ്റ്സ്. എന്നാലും എനിക്ക് വലിയ വിഷമമില്ലായിരുന്നു, കാരണം മാതാവിനെ ആശ്രയിച്ചാൽ ഞാൻ സ്പീക്കിങ്ങിന് പ്രൊസീഡ് ചെയ്ത്.
പിന്നെ നെക്സ്റ്റ് ഡേ എനിക്ക് ബാക്കി മൊഡ്യൂൾസ് ആയിരുന്നു ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ്. ലിസണിങ് മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവേ ലിസണിങ് സ്പീഡ് കേൾക്കുമ്പോൾ എനിക്ക് അത് ഒന്നും മനസ്സിലാവുന്നില്ല, എനിക്കത് ശരിയാക്കണം. റൈറ്റിങ് അതുപോലെ 3 വർഷമായി ഞാൻ ഇപ്പോൾ ലാപ്ടോപ്പ് യൂസ് ചെയ്തിട്ട് ടൈപ്പിംഗ് സ്പീഡൊക്കെ പോയി, എല്ലാം ടച്ച് പോയി, എന്നെ സഹായിക്കണം. റീഡിങ് അതുപോലെ സ്പീഡിൽ വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. ഉള്ളത് തന്നെ കാര്യം മാതാവിനോട് തുറന്ന് പറഞ്ഞു, എന്നെ സഹായിക്കണം. മാതാവ് ഈശോൻ്റെ കൂടെ ഉണ്ടായിരുന്നു എക്സാം ഹാളിലേക്ക് പോകുന്നതൊക്കെ 1 മണിക്കൂറുണ്ട് ജേണി. എക്സാം ഹാളിൽ ഞാൻ ഈ കൃപാസനം പ്രാർത്ഥന റിപ്പീറ്റ് ചൊല്ലിക്കൊണ്ടിരുന്നു. അതുപോലെ Deuteronomy chapter 31 verses 6, do not let your hearts be troubled, have faith in God, your God will go with you, alone with you, be courageous and be brave എന്ന് പറഞ്ഞു. ഗോസ്പൽ ഞാൻ വായിച്ചുകൊണ്ടേയിരുന്നു. അതുപോലെ പോകുന്ന വഴിക്ക് ഞാൻ ഒരു സാക്ഷ്യം കൂടി കേട്ടായിരുന്നു. ഈ OITയുടെ എക്സാം തന്നെയായിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടിയതിന്. അപ്പോൾ എനിക്കൊരു ചെറുടെ ഇൻസ്പിറേഷൻ വന്നു, വിശ്വാസം കൂടി. എക്സാം ഹാളിലെത്തുമ്പോൾ അവർ ഇൻവിജിലേറ്റേഴ്സ് ചെക്ക് ചെയ്യും, നമ്മൾ കയറുന്നതിന് മുമ്പ് പോക്കറ്റ്സൊക്കെ ചെക്ക് ചെയ്യും. ഞാൻ ഓൾറെഡി ഉപ്പൊക്കെ പോക്കറ്റിൽ ഒരു ടിഷ്യൂ പേപ്പറിലാക്കിയിട്ട് കൊണ്ടുപോയത്. അത് ചെക്ക് ചെയ്യുന്ന മുമ്പ് ഞാൻ ടോയ്ലറ്റിൽ കയറി ആ വിശുദ്ധ ഉപ്പ് ഞാൻ എൻ്റെ തലയിൽ മുകളിൽ വെച്ച്. അപ്പോൾ എനിക്ക് എക്സാം ഹാളിൽ കയറിയാൽ എനിക്ക് ആ ഇരിക്കുന്ന ടേബിളും കീപാഡിലൊക്കെ ഉപയോഗിക്കാമല്ലോ എന്നോർത്ത് ഞാൻ തലയിലൊക്കെ വെച്ചായിരുന്നു, തലമുടീൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഞാൻ കയറി ഇരിക്കുന്ന ടേബിളിലും കീപാഡിലും കുരിശും വരച്ച് വിശുദ്ധ പ്രമാണം ചൊല്ലി അങ്ങനെ പ്രൊസീഡ് ചെയ്തു. ഓരോ മൊഡ്യൂൾസ് ഭയങ്കര പാടായിരുന്നു, ടൈം കിട്ടിയില്ല. ലിസണിങ് ആണെങ്കിൽ അവസാനത്തെ ടാസ്ക് ഭയങ്കര പാടായിരുന്നു. അതുപോലെ റീഡിങ്ങിന് ടൈം കിട്ടിയില്ല. റീഡിങ് ഓൾമോസ്റ്റ് 5 to 7 ആൻസേഴ്സ് ഞാൻ അറ്റൻഡ് ചെയ്തില്ല, ജസ്റ്റ് എന്നാലും ഒന്ന് ക്ലിക്ക് ചെയ്ത് വിട്ടു. 1 മിനിറ്റേ ഉള്ളായിരുന്നു 7 ആൻസേഴ്സ് അറ്റൻഡ് ചെയ്യാൻ. പിന്നെ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ റൈറ്റിങ്ങിൽ പ്രാക്ടീസ് ചെയ്ത് പോയതാലും എനിക്ക് ടൈപ്പിംഗ് സ്പീഡ് ആയിട്ടില്ലായിരുന്നു. എന്നാൽ അവസാനത്തെ 1 മിനിറ്റിൽ അതായത് കൺക്ലൂഷൻ എനിക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റിയില്ല. അതും 3 മൊഡ്യൂൾസും ഭയങ്കര മോശമായിരുന്നു. പിന്നെ എക്സാമിൻ്റെ റിസൾട്ട് ഇൻബോക്സിൽ വന്നു, റിസൾട്ട് ഇസ് റെഡി എന്ന് പറഞ്ഞ്. റിസൾട്ട് ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യുന്ന മുമ്പ് കൃപാസനം പ്രാർത്ഥന ഓൾറെഡി രാവിലെ ചൊല്ലിയായിരുന്നു, ഡെയിലി ബ്ലെസ്സിങ് കൂടിയായിരുന്നു. ആ പ്രാർത്ഥന ഒന്നുകൂടി ചൊല്ലി വിശുദ്ധ തൈലം ലാപ്ടോപ്പിൽ തേച്ച് കുരിശ് വരച്ച് ഉപ്പും ഇട്ടായിരുന്നു. റിസൾട്ട് നോക്കുമ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ എൻ്റെ കണ്ണ് തന്നെ തള്ളിപ്പോയി. 2 കൈ തലയിലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് കിട്ടി എല്ലാം റിക്വയർഡ് സ്ക്വയർ B സ്കോർ. അങ്ങനെ എൻ്റെ വലിയ കഴിവിലും ബുദ്ധിയിലും അല്ല ഇത് കിട്ടിയത്. മാതാവിൻ്റെ മാധ്യസ്ഥയും ഈശോൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം ഫസ്റ്റ് ചാൻസിൽ എന്നെ കിട്ടിയതാണ്. കാരണം UK വരുന്ന മുമ്പ് എനിക്കറിയാം ഭയങ്കര പാടായിരുന്നു, 4ാമത്തെ അറ്റംപ്റ്റ് കിട്ടിയതാണ്. പിന്നെ ഡ്രൈവിങ്ങിൻ്റെ കാര്യം അപ്പോൾ ഇതുപോലെ പ്രാർത്ഥിച്ചിട്ട് ഡ്രൈവിങ്ങിൻ്റെ ദിവസം ഞാൻ ഡെയിലി ബ്ലെസ്സിങ് കേൾക്കുകയും തലേദിവസം ഞാൻ അച്ഛൻ്റെ പ്രസംഗം കേൾക്കിട്ട് പിറ്റേ ദിവസം പോയത്. അതുപോലെ ഉടമ്പടി തൈലം ഞാൻ ഒന്നുകൂടി കുരിശ് വരച്ച് നെറ്റിയിൽ പൂശിയായിരുന്നു. അതുപോലെ ഉപ്പ് ഞാൻ ഒരു പേപ്പറിലാക്കി പോക്കറ്റിലുണ്ടായി. എക്സാം ടെസ്റ്റ് ഹാളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ എക്സാമിനെ സംബന്ധിച്ച് പ്രാർത്ഥിച്ചു. എക്സാമിന് ഇരിക്കാൻ പോകുന്ന സീറ്റിൽ ഞാൻ ഉപ്പിട്ട് വെതറി. അതുപോലെ സ്റ്റിയറിങ്ങിൽ ഞാൻ കുരിശിട്ട് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി. ഞാൻ വീട്ടിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവ് ഇത് സെക്കൻഡ് ചാൻസാണ്, ഇപ്പം തന്നെ ഒരുപാട് പൈസയായി, അവിടെ പഠിക്കണമെങ്കിൽ നല്ല തുകയാണ്. പിന്നെ മാതാവിനോട് ഈശോ തുറന്ന് പറഞ്ഞു, എനിക്ക് വലിയ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഒന്നുമില്ല, വല്ലപ്പോഴും ഇവിടെ നാട്ടിൽ ലീവ് വന്നാൽ മാത്രം ഡ്രൈവിംഗ് എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് മാതാവ് ഈശോ എനിക്കിത് ശരിയാക്കി തരണം, ഇത് ലാസ്റ്റ് ചാൻസാണ്. പിന്നെ കുഞ്ഞും കൂടി ഉണ്ടാകുന്നതുകൊണ്ട് വണ്ടി അത്യാവശ്യമാണ്, മാതാവിനെ അറിയാലോ ഞങ്ങളുടെ സിറ്റുവേഷൻ. അതുകൊണ്ട് എനിക്ക് കിട്ടിയ എക്സാമിനർ വളരെ നല്ലതായിരുന്നു. ആ എക്സാമിനർ എന്നെ കുറേ മോട്ടിവേറ്റ് ചെയ്തു, ഹെൽപ്പ് ചെയ്തു. മാതാവിൻ്റെ മധ്യസ്ഥ ഈശോൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റും പാസ്സായിരുന്നു. ശരിക്കും പറഞ്ഞാൽ 2025 ഞങ്ങൾക്ക് വളരെ ഒരു ബ്ലെസ്സിങ്സ് ആയിരുന്നു. കാരണം കുഞ്ഞുണ്ടാവുന്നു, കാറിൻ്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. കാറ് ഞാൻ ആഗ്രഹിച്ച് മനസ്സിലൊരു ചെറിയ ആഗ്രഹം ഉണ്ടെന്ന് SUV ഓടിക്കാൻ. പക്ഷേ ഞാനത് മാതാവിനോട് പറഞ്ഞില്ല. മാതാവ് എനിക്കൊരു സാധാരണ ഒരു പഴയ വണ്ടിയായാലും കുഴപ്പമില്ല, ഒരു സെക്കൻഡ് ഹാൻഡ് അത്യാവശ്യം നല്ല ഗുഡ് കണ്ടീഷനിലായിരിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ആ വിലയ്ക്ക് തന്നെ ഒരു SUV കിട്ടി. അത് പഴയതാണ്, നല്ല അത്യാവശ്യം ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ്. അത് മാതാവ് എൻ്റെ കൂട്ടുകാരിലൂടെ പറയിപ്പിച്ചതാണ്. ഇത്രയും വിലയ്ക്ക് ഈ വണ്ടി മേടിക്കണമെങ്കിൽ മറ്റേ വണ്ടി നല്ല ഇതിലും ബെറ്ററായ വണ്ടിയുണ്ട് SUV.
അപ്പോൾ അത് മേടിച്ചു. അതിൽ മാതാവിൻ്റെ മാധ്യസ്ഥ യേശുവിൻ്റെ കരുണ കൊണ്ട് അത് കിട്ടി. 2025 ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു. പിന്നെ ഉടമ്പടി ജീവിതത്തിലായതുകൊണ്ട് ഞാൻ ഈ അച്ഛൻ്റെ പ്രസംഗത്തിൽ അതുപോലെ ഡെയിലി ബ്ലെസ്സിങ്സ് അച്ഛൻ എപ്പോഴും ബൈബിൾ വേഴ്സസ് പറയുമല്ലോ, ആ ബൈബിൾ വേഴ്സ് ഞാൻ സ്ക്രീൻഷോട്ടാക്കി മൊബൈലിൽ ഒരു ബൈബിൾ ഫോൾഡറായിട്ട് ഞാൻ ഉണ്ടാക്കി. അങ്ങനെ ഒരു 115 ബൈബിൾ വേഴ്സസ് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. കുറച്ചൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു 10 എങ്കിലും എനിക്ക് കാണാതെ അറിയാം. പിന്നെ ഞങ്ങളുടെ സാലറിയിൽ നിന്ന് 10% വെച്ച് ഞങ്ങൾ ഡൊണേഷൻ ചെയ്യുന്നുണ്ട് അത്യാവശ്യമുള്ളവർക്കും. അതുപോലെ ഓർഫനേജിൽ ഞങ്ങൾ ഡൊണേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് മേടിച്ച ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ അവിടെ ചർച്ചിൽ കൊടുക്കുകയും പിന്നെ അവിടെ ഓൾമോസ്റ്റ് ഇപ്പം എല്ലാവർക്കും അറിയാം. ആശുപത്രിയിൽ കൊണ്ടുകൊടുത്താൽ എല്ലാവരും പറയും, ഒരു 80% എല്ലാവർക്കും അറിയാം കൃപാസനം അതുപോലെ ഇവിടുത്തെ കിട്ടുന്ന പേപ്പറും പറ്റി. ചിലരൊക്കെ എടുക്കാൻ മടിക്കും. അതുകൊണ്ട് ഞങ്ങളുടെ തന്നെ ഉദാഹരണം പറഞ്ഞ് ഞങ്ങളുടെ സാക്ഷ്യം പറഞ്ഞ് അപ്പം ഞങ്ങൾ കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കും, മാതാവിൻ്റെ മാധ്യസ്ഥം വഴിയിൽ ഈശോനെ എല്ലാവരും അറിയണം, മാതാവിൻ്റെ മാധ്യസ്ഥം വഴിയിൽ എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കൊടുക്കുമായിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും അസാധ്യ കാര്യങ്ങൾ ദൈവം സാധിച്ചതിനും ഒരുപാട് നന്ദി. പ്രത്യേകിച്ച് ഗോസ്പൽ ലൂക്ക് ചാപ്റ്റർ 1:37 ഫോർ ഗോഡ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ ശരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ വർക്കൗട്ട് ചെയ്തതാണ്. താങ്ക് യു. 1 ദിനവൃത്താന്തം 5:20 ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. ടിജോയും ജീവിത പങ്കാളിയും രണ്ടുപേരും ഉടമ്പടിയെടുത്ത് പരിശുദ്ധമ്മയുടെ തിരുനടയിൽ ജീവിതം നവീകരിച്ചവരും വിദേശത്താണ് ജീവിക്കുന്നതെങ്കിലും ഉടമ്പടിയുടെ ഓരോ കാര്യത്തോടും ഹൃദയ നിഷ്കളങ്കതയോടുകൂടി വിശ്വസ്തത പുലർത്തുന്നവരുമാണ്. രണ്ടുപേരുടെ വാക്കുകളും നമ്മൾ കേട്ടു. രണ്ടുപേർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ അവർ പങ്കുവച്ചു. 2025 ഒരു ഇയർ ഓഫ് ബ്ലെസ്സിങ് എന്ന് അവർ തന്നെ നാമകരണം ചെയ്തു. കാരണം അവരുടെ ജീവിതത്തിൽ പൂർണ്ണമാകുവാൻ, കൂടുതൽ സന്തോഷവും സുരക്ഷിതത്വവും ഉണ്ടാകുവാൻ എന്തൊക്കെയായിരുന്നു അവർക്ക് ആവശ്യമുള്ളത് അതെല്ലാം അമ്മ മാതാവ് ഈശോനാഥൻ സമയച്ചുരുക്കത്തിൽ ഈ കുടുംബത്തിന് അനുവദിച്ച് നൽകിയതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ജോസഫച്ചനെ കണ്ട് കൈവപ്പ് ശുശ്രൂഷയിലൂടെ ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 10 വർഷമായി കുഞ്ഞുങ്ങളില്ലാതെ ക്ലേശിച്ചിരുന്ന ദമ്പതികൾക്ക്, മറ്റുള്ളവരിൽ നിന്ന് ഒത്തിരി കുത്തുവാക്കുകൾ കേട്ട മനോവിഷമം അനുഭവിച്ചിരുന്നവർക്ക് അമ്മ മാതാവ് ഏതാണോ അവരുടെ ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള അനുഗ്രഹം, ആ അനുഗ്രഹത്തിലേക്കാണ് ആ ബ്ലെസ്സിങ് കൺവേർട്ട് ചെയ്യുന്നത്. അത് ഉടമ്പടിയിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. നാം ഒരു വിഷയം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ ഇന്നലകളും നാളകളും അറിയുന്ന തമ്പുരാൻ നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അനിവാര്യമായതും ഇപ്പോൾ അത്യാവശ്യമുള്ളതുമായ ബ്ലെസ്സിങ് ഏതോ ആ ബ്ലെസ്സിങ്ങിൽ നമ്മളെ ചേർക്കുവാൻ വേണ്ടി സഹായിക്കും. അതാണ് മകൾ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തിയത്. ഞങ്ങൾ അച്ഛനോട് കുഞ്ഞില്ലാത്ത കാര്യവും വിവാഹിതരായി 10 വർഷം എത്തിയ കാര്യവും ഒന്നും പറഞ്ഞില്ലെങ്കിലും അച്ഛൻ തന്ന ആശീർവാദത്തിന് ശേഷം ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ, ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങൾക്ക് ഉദരത്തിലൊരു കുഞ്ഞുരുവായെന്ന് തിരിച്ചറിയുവാൻ പറ്റി. ഒരു ചികിത്സയും ഒരു മരുന്നും അതിനുവേണ്ടി ആ നാളുകളിൽ എടുത്തിട്ടുമില്ല. പ്രിയമുള്ളവരെ, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഈ സഹോദരൻ്റെ ആവർത്തിച്ച് ഈ തിരുവാക്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ജീവിതത്തിൽ ഓരോരോ അനുഗ്രഹം കിട്ടുമ്പോഴും വചനത്തിന് നിരന്തരം ഉറപ്പിച്ചു നൽകിയത് ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ എന്ത് കാര്യവും അവിടുത്തോട് നമുക്ക് ചോദിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സ്നേഹബന്ധമുള്ള അവകാശമുണ്ട്. അതാണ് സഹോദരൻ പറയുന്നത്. ഞാൻ OET എഴുതുവാൻ പോകുമ്പോൾ എനിക്കറിയാം, ആദ്യ തവണ ലഭിച്ചപ്പോൾ തന്നെ അത് 3 തവണ എഴുതി കിട്ടിയതാണ്. വർഷങ്ങൾ ഒത്തിരി കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡില്ല, പഠിക്കുവാൻ എനിക്ക് അത്ര കണ്ട് സമയം കൊടുക്കുവാൻ പറ്റുന്നില്ല, മറവിയും ഓർമ്മയും ശ്രദ്ധിക്കുവാനുള്ള പരിമിതികളുമുണ്ട്. OET എഴുതിയെടുക്കുക എളുപ്പമല്ലെന്ന് എനിക്ക് സ്വയം തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് അമ്മയുടെ കരങ്ങളിലേക്ക് പറഞ്ഞു, എൻ്റെ പൊന്നമ്മ സഹായിച്ചില്ലെങ്കിൽ ഈ വിഷയം, ഈ ഒരു കടമ്പ ഞാൻ കടന്നു പോവില്ല. അതാണ് ഡയറക്റ്റ്ലി വി സ്പീക്ക് വാട്ട് വി ഹാവ്. നമ്മുടെ കുറവെന്താണോ, നമ്മുടെ കഴിവെന്താണോ, എന്താണോ നമ്മുടെ ആവശ്യം, അത് അമ്മയുടെ കരങ്ങളിലേക്ക്
ഏറ്റവും എളിമയോടുകൂടി ഏൽപ്പിച്ചു കൊടുക്കുക. ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ, OET എക്സാം എഴുതുമ്പോൾ ഒക്കെ മകൻ ചെയ്തുകൊണ്ടിരുന്ന രീതി, തൻ്റെ കഴിവില്ലായ്മകളെ ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയിലേക്ക് ആശ്രയിച്ച് ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ വിശ്വാസത്തോടെ പ്രയോഗിച്ചു എന്നത് തന്നെയാണ്. അത് മകൻ എപ്പോഴും സംരക്ഷണമായി തീരുന്നു. അത്ഭുതപ്പെടുത്തുന്ന അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ട് മകൻ്റെ ജീവിതത്തെ കൂടുതൽ ഉയർച്ചയിലേക്ക്, സുരക്ഷിതത്വത്തിലേക്ക് നയിക്കുന്നുവെന്ന് മകൾ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ആ 8-ാം മാസം ഫ്ലൂയിഡ് മുഴുവൻ ലീക്കായി താനൊരു അപകടാവസ്ഥയിലേക്ക് മാറുന്നുവെന്ന് തിരിച്ചറിയുമ്പോഴും അമ്മയിൽ പൂർണ്ണമായി ശരണം വെച്ചുകൊണ്ട് ആ ഡെലിവറി റൂമിലേക്ക് ചെല്ലുന്നതും ആരോഗ്യമുള്ള കുഞ്ഞിനെ അമ്മ മാതാവ് യാതൊരു ക്ലേശവുമില്ലാതെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നതും. പ്രിയമുള്ളവരെ, ഈ കുടുംബം, ഈ യുവ ദമ്പതികൾ ദൈവസന്നിധിയിൽ 2 പേരും ഉടമ്പടിയെടുത്ത് സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ തയ്യാറാണോ? ദൈവം ജീവിതത്തിൻ്റെ ഏതു മേഖലയിലും, എത്ര കണ്ട് പഴകിയ വിഷയത്തിലും, എത്ര കണ്ട് അസാധ്യമായ ജീവിത പ്രശ്നത്തിലും ഇടപെട്ടുകൊണ്ട് നിനക്കില്ലാത്ത കഴിവുകളിൽ ദൈവത്തിൻ്റെ കൃപയാൽ അനുഗ്രഹം തന്നുകൊണ്ട് ജീവിതത്തെ സുരക്ഷിതമാക്കുമെന്ന്. നമ്മുടെ ജീവിതങ്ങളെ, അതിൻ്റെ നിയോഗങ്ങളെ അമ്മയുടെ കരങ്ങളിൽ പ്രത്യാശയോടെ കൊടുക്കാം. ഈ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വരാനും ഇവിടെ വന്ന മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി എന്നെ ഉയർത്തിയതിനും ഓർത്ത് ഞാൻ മാതാവിനും ഈശോയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ്. ആദ്യമായി എൻ്റെ പേര് അമൃത പ്രതീഷ്, ഇതെൻ്റെ അമ്മ ധന്യ പ്രതീഷ്. ഞാൻ എറണാകുളം ജില്ലയിലെ കോലഞ്ചേരിയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ 2024 5/10/2024 ഇവിടെ ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വരുന്നത്. ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വരുന്നതിൻ്റെ കാരണം എന്താണെന്ന്, 2023 ഞാൻ ജർമ്മൻ ഭാഷ പഠിക്കാൻ കയറി. ജർമ്മൻ ഭാഷ പഠിച്ച് 2024 തൊട്ട് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് എക്സാം എഴുതാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഞാൻ ആദ്യത്തെ 2 അറ്റംപ്റ്റിൽ തന്നെ സ്പീക്കിംഗ് ഒഴിച്ച് റീഡിങ്ങും റൈറ്റിങ്ങും ലിസണിങ്ങും ഞാൻ ഒറ്റയടിക്ക് തന്നെ പാസ്സായി. സ്പീക്കിംഗ് മാത്രം ഞാൻ പാസ്സായില്ല. അതിനുശേഷം ഞാൻ 3 മൊഡ്യൂൾ പാസ്സായതിന് ശേഷം എനിക്ക് സ്പീക്കിംഗ് എക്സാം പാസ്സാവാൻ എളുപ്പമായിരുന്നു ഓർത്ത് ഞാൻ നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നീട് ഞാൻ സ്പീക്കിംഗ് എക്സാം എഴുതാൻ ഡേറ്റ് എടുത്തതിന് ശേഷം എനിക്ക് പാസ്സാവാൻ സാധിച്ചില്ല. അതിനുശേഷം ഞാൻ പിന്നെ ഒന്നുകൂടെ ട്രൈ ചെയ്താൽ കിട്ടുമെന്നൊരു ഉറപ്പുണ്ടായിരുന്നു. പിന്നീട് ഞാൻ പരീക്ഷ എഴുതി, പാസ്സായില്ല. ഓരോ എക്സാമിന് പോകുമ്പോഴും നല്ല സാമ്പത്തിക ചിലവുണ്ട്. ഓരോ പരീക്ഷ, ഒരു മൊഡ്യൂളിന് തന്നെ നല്ല പൈസയാവും. പിന്നെ യാത്രാ ചിലവ്, ഇതിനൊക്കെ നല്ല പൈസയാവും. ഡേറ്റ് കിട്ടാനും പാട്. അങ്ങനെ വളരെയധികം വിഷമിച്ചിരുന്നു. അതിനുശേഷം 3 പ്രാവശ്യം എഴുതി, 4 പ്രാവശ്യം എഴുതി, 5 പ്രാവശ്യം എഴുതി, 6 പ്രാവശ്യം വരെ ഞാൻ സ്പീക്കിംഗ് പരീക്ഷ എഴുതി. അത് ഇന്ത്യയിലെ പല ഡൽഹി, പഞ്ചാബ്, കൊൽക്കത്ത അവിടെയൊക്കെ പോയി എഴുതി. ഒരുപാട് സാമ്പത്തികമായും ബുദ്ധിമുട്ടി. ഞങ്ങൾക്ക് ആരും സഹായിക്കാനോ അല്ലെങ്കിൽ മാതാവ് എന്നെപ്പറ്റി പിന്നെ ഞാൻ അറിയാൻ തുടങ്ങി. എൻ്റെ കൂട്ടുകാരികൾ വഴി പറഞ്ഞു, മാതാവിന് കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കുക, അവിടെ പോയി കഴിഞ്ഞ് ഉടമ്പടി എടുക്ക്, പ്രാർത്ഥിച്ചാൽ നീ പാസ്സാവുമെന്ന് പിന്നെ ഞാൻ എൻ്റെ അടുത്ത് കൂട്ടുകാരികളൊക്കെ പറയാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ 2024 ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത പിന്നെ ആദ്യത്തെ ഉടമ്പടി എടുത്ത പിന്നെ ഞാൻ പിന്നെ എക്സാം എഴുതിയിട്ട് എനിക്ക് പാസ്സാവാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ പിന്നെ ഒരുപാട് വിഷമിച്ചു. പിന്നെ ഞാൻ ഓർത്തു, സാക്ഷ്യത്തിലൊക്കെ പറയുന്നുണ്ട്, ആദ്യം തന്നെ നമുക്കൊന്നും കിട്ടില്ല, കുറച്ചും കൂടെ മാതാവിൻ്റെ അടുത്ത് അറിഞ്ഞ് അനുതാപം വന്ന് ഉടമ്പടി കൃത്യയോടെ പാലിച്ചൊക്കെ ചെയ്തുവാണെങ്കിൽ നമുക്കൊരു നല്ലൊരു റിസൾട്ട് കിട്ടും. മാതാവിനെ കൂടുതൽ അടുക്കാനൊക്കെ പറ്റിയാൽ കൂടുതൽ റിസൾട്ട് കിട്ടുമെന്ന് എൻ്റെ മനസ്സിൽ വന്നു. അതിനുശേഷം കൂടുതൽ സാക്ഷ്യങ്ങളൊക്കെ കാണാൻ തുടങ്ങി. അതിനുശേഷം പിന്നീട് ഞാൻ പരീക്ഷ എഴുതിയിട്ട് പിന്നെ ഞാൻ പാസ്സായില്ല. അതിനുശേഷം ഞാൻ 3 മൊഡ്യൂൾ തന്നെ വെച്ച് ഒരു ഏജൻസിയെ സമീപിച്ചു. 3 മൊഡ്യൂൾ വെച്ച് ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഏജൻസിയുടെ അടുത്ത് എൻ്റെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ എല്ലാം കൊടുത്തു. അപ്പോൾ തന്നെ ഏജൻസി എൻ്റെ അടുത്ത് പറഞ്ഞു, 3 ലക്ഷം രൂപയും കൂടെ അടച്ച് ഇടുവാണെങ്കിൽ ഉടനെ തന്നെ എല്ലാം പെട്ടെന്ന് കോൺട്രാക്റ്റൊക്കെ വന്ന് എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു 10 മാസമൊക്കെ കഴിഞ്ഞു. ഏജൻസിയുടെ ഭാഗത്തുനിന്ന് ഒരു അനക്കോ ഒരു അറിവും ഉണ്ടായിരുന്നില്ല.
അതിനുശേഷം ഞാനിവിടെ 2025 ജപമാല റാലിയിൽ പങ്കെടുത്തു. ജപമാല റാലിയിൽ പങ്കെടുത്തേ പിന്നെ എൻ്റെ മനസ്സിലിരുന്ന് പറയുകയാണ്, ഇത്രയും നാളായിട്ടും പ്രോസസ്സിങ് ഒന്നും ആയില്ലല്ലോ, നീ 3 ലക്ഷം രൂപ പൈസ കൊടുത്തിട്ടില്ലേ, ഒന്നില്ലെങ്കിൽ അത് റീഫണ്ട് വാങ്ങുക, അവർ നിന്നെ പറ്റിക്കുക എന്നുള്ളൊരു മനസ്സിൽ മാതാവ് ഇങ്ങനെ തോന്നിക്കും പോലെ എനിക്ക് തോന്നി. അതിനുശേഷം ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞ് പാരൻസുമായിട്ട് ഇടപെട്ട് ഏജൻസീനോട് കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഇപ്പം എംപ്ലോയർ വന്നില്ല, ഇൻ്റർവ്യൂ വന്നില്ല, കുറച്ച് ആളും കൂടെ വെയിറ്റ് ചെയ്യും, ഇനി വേക്കൻസി വരും, പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ കിടന്ന് 3 ലക്ഷം രൂപ തിരിച്ച് വാങ്ങുന്നുള്ളൊരു മാത്രമാണ് എനിക്ക് മനസ്സിൽ വന്നുള്ളൂ. അങ്ങനെ അവരോട് കൂടുതലായിട്ട് ഞങ്ങൾ ഫോഴ്സ് ചെയ്ത് പൈസ തരാൻ പറഞ്ഞു. 1 രൂപ പോലും കുറയാതെ മാതാവിൻ്റെ ഒരു പ്രത്യേക ഇടപെടൽ മൂലം എനിക്ക് ആ പൈസ 1 രൂപ കുറയാതെ എനിക്ക് ആ പൈസ മുഴുവനായിട്ട് തിരിച്ചു തന്നു. അതിനുശേഷം ഞാൻ വേറൊരു ഏജൻസിനെ സമീപിച്ചു. അപ്പോൾ ആ ഏജൻസി പറഞ്ഞു, ഫുൾ മൊഡ്യൂൾ പാസ്സാവാണ്ട് പോകാൻ പറ്റില്ല, ജർമ്മനിക്ക് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതിനുശേഷം എനിക്ക് ഇനി എക്സാം എഴുതാനായിട്ട് അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ട് പാസ്സാവും എന്നൊക്കെ ഞാൻ സാക്ഷ്യത്തിൽ കേട്ടു. അപ്പം ഞാനിവിടെ വന്ന് എക്സാമിന് ഡേറ്റ് എടുത്ത് ഹോൾ ടിക്കറ്റും പാസ്പോർട്ടും ആയിട്ട് വന്ന് ജോസഫ് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് വാങ്ങിച്ചു. അച്ഛൻ തന്ന കാശ് രൂപം വെച്ച് പരീക്ഷ എഴുതാൻ പോയി. ഞാൻ ട്രിച്ചിയാണ് എക്സാം എഴുതാൻ പോയത്. എക്സാം എഴുതാൻ പോയപ്പോൾ ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും വിശ്വാസ പ്രമാണം ചൊല്ലി വിശുദ്ധിയോടുകൂടി ഞാൻ ഉപയോഗിച്ചു. പരീക്ഷ എഴുതിയപ്പോൾ സ്പീക്കിംഗ് പരീക്ഷയൊക്കെ എഴുതിയപ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി ഉപ്പ് ഞാൻ എക്സാം ഹാളിൻ്റെ ക്ലാസ് റൂമിൻ്റെ സൈഡിലായിട്ട് ആരും ചവിട്ടാത്ത രീതിയിൽ ഞാൻ വിതറി. അതിനുശേഷം എക്സാമിനൊക്കെ സ്പീക്കിങ്ങൊക്കെ എനിക്ക് എങ്ങനെയോ ആൻസർ എൻ്റെ ചെവിയിൽ വന്ന് പറഞ്ഞു തരുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ എനിക്ക് പറയാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് റിസൾട്ടിൻ്റെ വരാൻ എനിക്കൊരു 45 ദിവസം എടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ 45 ദിവസത്തിൻ്റെ ഇടയ്ക്ക് ഞാനൊരു സ്വപ്നം കണ്ടു. ഇവിടെ നിൽക്കുന്ന കൃപാസന മാതാവ് ഗർഭിണിയായിട്ട് ആ മാതാവ് എൻ്റെ തലയിൽ വന്ന് കൈ വയ്ക്കണ സ്വപ്നം ഞാൻ കണ്ടു. എനിക്കത് ഭയങ്കര ഇമോഷണലായി, എനിക്ക് സങ്കടമൊക്കെ വന്നു. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ 4 എന്നുള്ളൊരു സംഖ്യ എപ്പോഴും തിരി കത്തിക്കുമ്പോഴും മനസ്സിൽ സ്വപ്നത്തിലൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താണെന്ന് ഇങ്ങനെ ഓർത്തു. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ഫെബ്രുവരി 4, അതിനിപ്പോൾ എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എന്തെങ്കിലുമൊക്കെ എനിക്ക് മാതാവ് തരാനുണ്ടോ ഇതൊക്കെ ഞാനിങ്ങനെ ഓർത്തു. അത് കഴിഞ്ഞിട്ട് ബർത്ത്ഡേയുടെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എക്സാം റിസൾട്ട് വന്നു. എക്സാം റിസൾട്ട് വന്നപ്പോൾ മാതാവ് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ മാർക്ക് തന്നു. മാതാവ് എനിക്ക് എക്സാം പാസ്സാക്കി തന്നു. അത് എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, അവിടെ മാതാവ് ഈശോയുടെ ഇടപെട്ടിട്ട് എനിക്ക് അത്രയും സ്പീക്കിങ്ങിന് എനിക്ക് പാസ്സാക്കി തന്നു. അതിനുശേഷം മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം ഫാസ്റ്റായിട്ട് തന്നെ നടന്നു. സാമ്പത്തികത്തിൻ്റെ പൈസയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം കയ്യിലോട്ട് അപ്പം തന്നെ എടുക്കാനില്ല എങ്കിലും പക്ഷേ എങ്ങനെയൊക്കെയോ കിട്ടിക്കൊണ്ടിരുന്നു. മാതാവ് ഈശോയുടെ ഇടപെട്ടു. പിന്നെ അതേപോലെ തന്നെ ഏജൻസി സമീപിച്ചു, ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തു. പിന്നെ അതുപോലെ കോൺട്രാക്റ്റ് ഉടനെ തന്നെ വന്നു. അതിന് വിസയ്ക്ക് ഉടനെ ഡേറ്റ് എടുത്തു. മാർച്ച് 18-ാം തീയതി ഞാൻ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തു. എനിക്ക് ഈ ഏപ്രിൽ 11-ാം തീയതി ഈ ശനിയാഴ്ച എനിക്ക് വിസ വന്നു. എൻ്റെ മനസ്സിൽ 4 എന്നുള്ള സംഖ്യ എൻ്റെ മനസ്സിൽ മറിഞ്ഞു പോകണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അത് എൻ്റെ ഈ പാസ്പോർട്ടിൽ 4ാമത്തെ പേജിലാണ് എനിക്ക് വിസ അടിച്ച് വന്നത്. അതിനുശേഷം ഞാൻ വിസ അടിച്ച് വന്നപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, മാതാവെ ഞാൻ ഉടനെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം, ഈ ചൊവ്വാഴ്ച തന്നെ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അതിങ്ങനെ ശനിയാഴ്ച കഴിഞ്ഞു. ഞായറാഴ്ച രാവിലെ എണീറ്റപ്പോൾ എനിക്ക് വെളുപ്പാങ്കളത്ത് മൂക്കിൽ നല്ല മുല്ലപ്പൂവിൻ്റെ മണം തുളച്ച് കയറുമായിരുന്നു. അത് എനിക്കറിയില്ല. ഞാൻ മുറിയിൽ കതകടച്ച് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന എൻ്റെ മൂക്കിൽ നല്ലോണം മുല്ലപ്പൂവിൻ്റെ മണം തുളച്ച് കയറുമായിരുന്നു. മാതാവ് ഈശോ ഇടപെട്ട് എന്നെ മാതാവിൻ്റെ പ്രത്യക്ഷത്തിന് സാക്ഷിയാക്കി. ഞാൻ അടുത്ത മാസം ഏപ്രിൽ 23-ാം തീയതി ജർമ്മനിക്ക് പോവുകയാണ്. ഇതെൻ്റെ കഴിവുകൊണ്ടോ മെറിറ്റ് കൊണ്ടല്ല, മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഞാൻ ഇനി എൻ്റെ മുന്നോട്ടും മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹത്താൽ ഉടമ്പടി ചിട്ടയോടെ ജീവിക്കും. ഇനി കുറച്ച് സാക്ഷ്യങ്ങൾ പറയാനായിട്ട് ഞാൻ അമ്മയുടേക്ക് മൈക്ക് കൈമാറാം. കൊച്ചു പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പ്രതിസന്ധിയിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയത്. എല്ലാ വഴിയടഞ്ഞപ്പോഴാണ് മാതാവ് ഞങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ചത്, പലരും പറഞ്ഞിട്ട്. 2 വർഷം താമസിച്ചുവെങ്കിലും മാതാവ് ഇപ്പോൾ എല്ലാം നടത്തി തന്നു ഭംഗിയായിട്ട്.
അതുപോലെ തന്നെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് ഞങ്ങളുടെ ഭവനത്തിൽ വന്നിരിക്കുന്ന ഓരോ ആപത്തുകളും നീങ്ങിപ്പോയതാണ്. വീടിൻ്റെ മുകളിലേക്ക് ഒരു മരം വീണപ്പോൾ അതൊരു ആപത്തും കൂടാതെ ഞങ്ങൾ സംരക്ഷിച്ചു. ആഴ്ചയിൽ ഒരു ദിവസം നേർച്ച വസ്തുക്കൾ പെരയ്ക്ക് ചുറ്റും ഇട്ടിട്ട് ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. സങ്കീർത്തനം 91:10-12 വചനം ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട്. അതിലൂടെ ഒരുപാട് സംരക്ഷണം വീടിനും ഞങ്ങൾക്കൊക്കെ കിട്ടാറുണ്ട്. പിന്നെ ഒരു വസ്തു 8 വർഷമായിട്ട് വിൽപ്പനയൊന്നും നടക്കാതെ ഇട്ടിരിക്കുകയായിരുന്നു. ഈ കൃപാസനത്തിലെ ഈ ഉപ്പ് കൊണ്ടുപോയിട്ട് ഒരു തരി അവിടെ ഇടാൻ പോലുള്ള സാഹചര്യം അല്ലായിരുന്നു. നിക്ഷേപിച്ചതിൻ്റെ ഫലമായിട്ട് 4-ാം ദിവസം ഫാസ്റ്റ് ട്രാക്കിലൂടെ എല്ലാ ഡോക്യുമെൻറ്റും ശരിയാക്കി 1 മാസം കൊണ്ട് ആധാരം കഴിഞ്ഞു. അതൊരു വലിയൊരു അനുഗ്രഹമാണ്. അമ്മയുടെ അത്ഭുതം തന്നെയാണിത്. ഞങ്ങളുടെ കുടുംബത്തിന് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയോട് ഞാൻ നന്ദി പറയുന്നു. ഇനിയുള്ള കാലത്തും അമ്മ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ കാരുണ്യപ്രവർത്തികളായി ചെയ്യുന്നത് ആശുപത്രികളിൽ പോയി രോഗികളെ സന്ദർശിക്കും. അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം കൊടുക്കും. ഞങ്ങളെക്കൊണ്ട് കഴിയാവുന്ന സാമ്പത്തിക സഹായം കൊടുക്കും. പിന്നെ പൊതിച്ചോറ് കെട്ടി രോഗികൾക്ക് ഹോസ്പിറ്റലിൽ കൊണ്ട് വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ അതേപോലെ പത്രം ടൗണിൽ കൂടെയൊക്കെ കൊണ്ടുപോയി നടന്ന് ഞങ്ങൾക്ക് കിട്ടിയ അത്ഭുതങ്ങൾ പറഞ്ഞ് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ ആത്മീയമായിട്ട് വളരാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ബൈബിള് മുടങ്ങാതെ 1/2 മണിക്കൂർ വായിക്കും. പ്രാർത്ഥന അച്ഛൻ്റെ രാവിലത്തെ ഡെയിലി ബ്രെഡ് കൂടും. ധ്യാനം മുടങ്ങാണ്ട് കൂടും. പിന്നെ അതേപോലെ സ്വഭാവത്തിൽ അനുദപിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും ശത്രുക്കളോടൊക്കെ ആണെങ്കിലും ഒരു സ്നേഹത്തോടുകൂടി പെരുമാറാനൊക്കെ ഞങ്ങൾക്ക് വന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ മാതാവ് ഈശോയും തന്നതിന് കൃപാസന മാതാവിന് 1000 കോടി നന്ദി പറയുന്നു. 59:1 രക്ഷിക്കുവാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കുവാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. അമൃത പ്രതീക്ഷ എന്ന ഈ അക്രൈസ്തവ മകൾ എത്ര തീഷ്ണതയോടും വിശുദ്ധിയോടും വിശ്വസ്തയോടുമാണ് ഉടമ്പടി ജീവിതാനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ പങ്കുവച്ചത്. മകൾ കഴിഞ്ഞ 2-2.5 വർഷക്കാലം ഏറെ സഹനങ്ങളിലൂടെ കടന്നുപോയ ഒരു മകളാണ്. ഏറെ ആഗ്രഹത്തോടെ പഠിച്ച് ജർമ്മൻ ഭാഷയിൽ 3 മൊഡ്യൂളുകൾ വിജയിച്ച് വിദേശത്ത് പോകുവാൻ വേണ്ടി നിരന്തര പരിശ്രമം നടത്തി പരാജയപ്പെട്ട് 4ാമത്തെ ഒരു മൊഡ്യൂൾ 6 തവണ എഴുതി 7 തവണ എഴുതി പരാജയപ്പെട്ട് അങ്ങനെ വല്ലാത്ത മാനസിക സംഘർഷങ്ങൾ, ഒത്തിരി പേരുടെ മുമ്പിൽ ഉത്തരം പറയുവാനാവാത്ത വിധം ശിരസ് കുനിച്ച് നിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഒക്കെ കടന്നുപോയ ഒരു മകളാണ് അമ്മ മാതാവിൻ്റെ ഈ തിരുനടയിൽ സന്തോഷത്തിൻ്റെ നന്ദിയുടെ സാക്ഷ്യം പറയുന്നത്. മകൾ പറയുന്നുണ്ട്, ഉടമ്പടി എടുത്ത നാൾ മുതൽ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങളായിരുന്നു. ഈശോയെയും അമ്മ മാതാവിനെയും അറിഞ്ഞ് പരിചയപ്പെട്ട് സ്നേഹിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിയ ദിവസം മുതൽ ജീവിതത്തിൻ്റെ ഓരോരോ മേഖലകളിലും എങ്ങനെയാണോ അതുപോലെ തന്നെ അമ്മ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ആ സന്ദേശങ്ങൾ എപ്പോഴൊക്കെ ഞാൻ സ്വീകരിച്ച അവസരങ്ങളിലൊക്കെയും അത് അനുഗ്രഹത്തിന് കാരണമാവുകയും ചെയ്തു. മകൾ പറയുന്നുണ്ട്, ഉടൻ തന്നെ നിനക്ക് വിദേശത്തേക്ക് പോകുവാൻ ഇൻ്റർവ്യൂ ലഭിക്കും എന്ന് ആവർത്തിച്ച് പറയുന്ന അവസരത്തിലും അല്പം പോലും ശങ്കിക്കാതെ മാതാവിൽ നിന്ന് സന്ദേശം കിട്ടിയതുകൊണ്ട് എനിക്ക് പണം തിരികെ തന്നാൽ മതിയെന്ന് കുറച്ചധികം നാൾ മുമ്പ് കൊടുത്ത പണം 3 ലക്ഷം രൂപ തിരികെ ചോദിച്ച് ഒരു പണം പോലും നഷ്ടപ്പെടാതെ അമ്മയുടെ സംരക്ഷണയിൽ അമ്മയുടെ സന്ദേശപ്രകാരം തിരികെ കിട്ടിയതിനെ മകൾ സാക്ഷ്യപ്പെടുത്തി. അതോടൊപ്പം തന്നെ പരീക്ഷയ്ക്ക് വേണ്ടി വീണ്ടും പോകുമ്പോൾ അമ്മ മാതാവ് കൃത്യമായി കൂടെ നിന്നുകൊണ്ട് ഓരോ അവസരത്തിലും ആ മൊഡ്യൂളുകൾ എഴുതിയെടുക്കുന്നതിന് മകളെ സഹായിക്കുകയും ക്ലേശ നിമിഷങ്ങളിലൊക്കെയും ഉടമ്പടി നേർച്ച വസ്തുക്കൾ മകൾക്ക് അനുഗ്രഹമായി തീർന്നതിനെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ 4 എന്നൊരു അക്കം നാളുകൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് മകൾക്ക് കൃത്യമായി സന്ദേശം നൽകിക്കൊണ്ട് അതിനകത്തൊരു അനുഗ്രഹമുണ്ടെന്ന് മകൾക്ക് എപ്പോഴും ഉറപ്പ് കൊടുത്തിരുന്നു. എന്താണ് അനുഗ്രഹമെന്ന് മാത്രം വെളിപ്പെടുത്തുന്നില്ല, പക്ഷേ 4-ൽ അനുഗ്രഹമുണ്ടെന്ന് മകൾക്ക് കൃത്യമായി വെളിപ്പെടുത്തി. ആ 4-ൽ ഇന്ന് മകൾ പറയുന്നുണ്ട് 3 അനുഗ്രഹങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. ഒന്ന് 4-ാം മാസം
എനിക്ക് വിസ കിട്ടി. രണ്ടാമത് 4-ാമത്തെ പേജിൽ എനിക്ക് വിസ കിട്ടി. മൂന്നാമത്തേത് 4-ാമത്തെ മാസം തന്നെ എനിക്ക് ജർമ്മനിയിൽ പോകുവാൻ വേണ്ടി അമ്മ മാതാവ് എന്നെ അനുവദിക്കുന്നുവെന്ന്. നമുക്ക് ഉടമ്പടിയിൽ ലഭിക്കുന്ന സന്ദേശങ്ങൾ അത് ഉടമ്പടിയുടെ നിയോഗത്തോട് കൃത്യതയോടെ ബന്ധപ്പെട്ടതായിരിക്കും. ഒരു തോന്നലായിരിക്കില്ല, ഒരു ഫാസിനേഷൻ ആയിരിക്കില്ല, മറിച്ച് അതൊരു കൺഫർമേഷൻ ആയിരിക്കും. നമ്മുടെ ഉടമ്പടി നിയോഗത്തെ സ്ഥിരീകരിച്ചുകൊണ്ട് അതിലേക്ക് നമ്മളെ കൂടുതൽ വേഗത്തിൽ അടുപ്പിക്കുന്ന വിധത്തിൽ അമ്മ നമ്മളെ സഹായിക്കുന്നതാണ്. മകൾ അതുപോലെ തന്നെ തീരുമാനമെടുത്തിരുന്നു. ഏറ്റവും അടുത്ത ദിവസം അമ്മയുടെ അരികിൽ വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുമെന്ന്. ആ ഒരു മകളുടെ തീരുമാനത്തെ അമ്മ മാതാവ് കൂടുതൽ സ്നേഹത്തോടെ സ്വീകരിക്കുന്നതാണ്. അമ്മയുടെ പ്രസൻസ് സുഗന്ധാഭിഷേകത്തിലൂടെ മകൾക്ക് നൽകിക്കൊണ്ട് മകളുടെ ആ തീരുമാനത്തെ പോലും സന്തോഷത്തോടെ അംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നുവെന്ന് കമ്മ്യൂണിക്കേഷൻ നൽകുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടി എപ്പോഴും തുടർച്ചയായ അടയാളങ്ങളിലൂടെ, നിരന്തരമായ സന്ദേശങ്ങളിലൂടെ, അപകടകരമായ സാഹചര്യങ്ങളിൽ നിന്ന് ബോധപൂർവം നമ്മളെ രക്ഷിച്ചുകൊണ്ട് ആ ജീവിതത്തിൻ്റെ നിയോഗങ്ങളെന്തോ അത് ഫലപ്രാപ്തിയിലേക്ക് നയിക്കുന്നതാണ്. അതിൻ്റെ എല്ലാ സാധ്യതകളെയുമാണ് ഈ മകളുടെ വാക്കുകളിലൂടെ ഈ സാക്ഷ്യത്തിൽ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും സംരക്ഷണത്തിനും സാമ്പത്തികമായ സുരക്ഷിതത്വത്തിനും അമ്മ മാതാവിനും പരിശുദ്ധ അമ്മയ്ക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് സൗമ്യ, ഇതെൻ്റെ ഹസ്ബൻഡ് ടോണി ജോൺ, മക്കൾ ജുവൽ ആൻഡ് ജിയോൺ. ഞാൻ 2019 ഡിസംബർ 13 ഉടമ്പടി എടുത്തത്. ഞാൻ ആ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ വെറും ഒരു 0 ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നാട്ടിൽ മലയാളം മീഡിയത്തിൽ പഠിച്ച് ജനറൽ നേഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം OET എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. ഇത് എൻ്റെ 3ാമത്തെ സാക്ഷ്യമാണ്. ഈ സാക്ഷ്യങ്ങളെല്ലാം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്, അത് യൂട്യൂബിലൊക്കെ വന്നിട്ടുള്ളതാണ്. അതിനുശേഷം 9 മാസത്തിന് അതിനുശേഷം എക്സാമുകളെല്ലാം പാസ്സായി, ഇൻ്റർവ്യൂ എല്ലാം പാസ്സായി. 9 മാസത്തിന് ശേഷം ഞാൻ എൻ്റെ ഫാമിലിയുമായിട്ട് UK പോയി. അവിടെ ചെന്ന് ഇപ്പം ടോട്ടൽ 4 വർഷം ആകുന്നു അവിടെ ആയിട്ട്. അവിടെ ചെന്ന് ഒരു വീട് മേടിക്കുക എന്ന് പറയുന്നത് നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഉടമ്പടിയിലൂടെ എനിക്കത് ഈശോ മാതാവ് ഈശോയിലൂടെ സാധിച്ചു തന്നു. ഞാൻ ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ ദിവസവും ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുകയും ഉടമ്പടി വസ്തുക്കൾ മുടങ്ങാതെ ഉപയോഗിക്കുകയും ചെയ്യാറുണ്ട്. അതുമൂലം എൻ്റെ കുടുംബത്തിന് ഒരു പ്രത്യേക സംരക്ഷണം ഫീൽ ചെയ്യാറുണ്ട് എപ്പോഴും. വീട് മേടിച്ച ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, അവിടെ നമ്മൾ വീട് മേടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് പിടിച്ചൊരു കാര്യമാണ്. കാരണം നമുക്കറിയില്ല അവിടുത്തെ വീടുകൾ എങ്ങനെയാണ്, നല്ലതാണോ, അത് പിന്നെ ഫിനാൻഷ്യൽ പ്രോബ്ലം, ഇതൊന്നും നമ്മളെക്കൊണ്ട് മനുഷ്യരെ കൊണ്ട് വിചാരിച്ചാൽ പ്രത്യേകിച്ച് എന്നെക്കൊണ്ട് സാധിക്കുന്ന കാര്യമായിരുന്നില്ല. അപ്പം ഞങ്ങൾ വീട് മേടിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഞങ്ങൾ ഈശോയോട് ഇങ്ങനെ പറഞ്ഞു, ഈശോയ്ക്കും മാതാവിനും ഇഷ്ടപ്പെട്ട ഒരു വീട് ഞങ്ങൾക്ക് തരുവാണെങ്കിൽ തന്നാൽ മതി, അല്ലെങ്കിൽ ഇപ്പോൾ വീട് വേണ്ട, കാരണം നമ്മൾ താമസിക്കുന്ന പോലെ വാടകയ്ക്ക് എല്ലാവരും താമസിക്കുന്ന പോലെ താമസിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ വീട് കാണാൻ പോകുമ്പോഴും ഞങ്ങൾ 4 പേരും കൂടി ആ പോകുന്ന വഴിക്ക് ജപമാല ചൊല്ലിക്കൊണ്ടാണ് പോകുന്നത്. എൻ്റെ ഈ പ്രാർത്ഥന മൂലം ഞങ്ങൾ കുട്ടികളാണെങ്കിലും എല്ലാവരും ഭയങ്കര വിശ്വാസമാണ് മാതാവിലും ഈശോയിലും. ഞങ്ങളെന്നും ജപമാല ചൊല്ലിക്കൊണ്ട് പോയി ഓരോ വീട് കാണുകളും അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിക്കും. എന്നിട്ട് ഈശോയോട് പറയും, ഈ വീട് ഈശോയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾക്ക് തരണം എന്ന് അവർ പറയുന്ന ഒരു വിലയും നമ്മൾ പറയാറുണ്ട്. അങ്ങനെ കുറേ വീടുകൾ കണ്ടു. അവിടുത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കീ കയ്യിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് വീട് കിട്ടിയെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പിന്നെ ഈ സാഹചര്യത്തിലൊന്നും വലിയ ടെൻഷൻസ് ഒന്നും ഇല്ലായിരുന്നു. കാരണം അച്ഛൻ എപ്പോഴും ധ്യാനത്തിൽ പറയാറുണ്ട്, നമുക്ക് ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഉടമ്പടിയിൽ നിലനിൽക്കുന്നവർക്ക് ജീവിതത്തിലൊരു പ്രത്യേക ധൈര്യം കിട്ടാറുണ്ടെന്ന്. അത് ശരിക്കും എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാവും മാതാവ് ഈശോയും നമ്മുടെ കൂട്ടത്തിലുണ്ടെന്നുള്ള കാര്യം. അങ്ങനെ ഞങ്ങൾ വീട് മേടിച്ചു. സാധാരണ എല്ലാവരും വീട് മേടിക്കുന്നത് നാട്ടിലത്തെ പൈസയൊക്കെ അവിടെ കൊണ്ടാക്കി അല്ലെങ്കിൽ കടം മേടിച്ച് അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച്
ദൈവത്തിൻ്റെ പരിപൂർണ്ണ കൃപയാൽ 1 രൂപ പോലും നാട്ടിൽ നിന്ന് കൊണ്ടുപോകാതെ എല്ലാ പൈസയും ദൈവം അവിടെ തന്നെ നമ്മളെ കൊണ്ട് ഉണ്ടാക്കിച്ചാണ് വീട് മേടിച്ചത്. ഇപ്പം നമുക്ക് പൈസ ഉണ്ടാക്കണമെങ്കിൽ പോലും ഒരു നേരം നമുക്ക് എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ പോലും ദൈവത്തിൻ്റെ കരുണയില്ലാതെ പറ്റത്തില്ല. അങ്ങനെ അതിനുള്ള പൈസയും ഉണ്ടായി. വീടിനെ കുറച്ച് റിനോവേഷൻ വർക്കും ഉണ്ടായിരുന്നു. അതുമെല്ലാം നല്ല രീതിയിൽ ആഗ്രഹിച്ച രീതിയിൽ തന്നെ ദൈവം പൂർത്തിയാക്കി തന്നു. അങ്ങനെ ഞങ്ങൾ ഫെബ്രുവരി 7-ാം തീയതി പുതിയ വീട്ടിലേക്ക് മാറി. ഈ 7-ാം തീയതി എന്നുള്ള ഡേറ്റ് ഞാൻ സെലക്ട് ചെയ്തത് 7 എന്നുള്ളത് മാതാവിൻ്റെ നമ്പറാണ് എന്നുണ്ട്. 2004 ഡിസംബർ 7-ാം തീയതിയാണല്ലോ മാതാവ് പ്രത്യക്ഷപ്പെട്ടെ. ആ ദിവസം അങ്ങനെ കണക്ക് കൂട്ടിയാണ് പുതിയ വീട്ടിലേക്ക് മാറുന്ന ഡേറ്റ് ഞാൻ തീരുമാനിച്ചത്. അങ്ങനെ പുതിയ വീട്ടിലേക്ക് മാറി. ഓരോ പണികളും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കും, ഈശോയും മാതാവും വ്യവസായ പിതാവും കൂടെ വേണം ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാനായിട്ട്. അതുപോലെ തന്നെ അത് കറക്റ്റായിട്ട് നമുക്ക് ടെൻഷൻസേ ഇല്ല. എല്ലാ കാര്യങ്ങളും ഈശോ നല്ല ഭംഗിയായിട്ട് ചെയ്തു തന്ന് ഞങ്ങൾ പുതിയ വീട്ടിൽ താമസമായി. 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ടോണി എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വണ്ടി ഓടിക്കുമായിരുന്നു. പക്ഷേ അറിയാവുന്നവർക്കറിയാം, UK ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നാട്ടിൽ ബസ് ഓടിക്കുന്നവർക്കും ലോറി ഓടിക്കുന്നവർക്ക് പോലും അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൂടാതെ അവർ 2 ടെസ്റ്റുണ്ട്, തിയറി ടെസ്റ്റും ഉണ്ട്, പ്രാക്ടിക്കൽ ടെസ്റ്റും ഉണ്ട്. തിയറി ടെസ്റ്റ് ഹസ്ബൻഡ് നാട്ടിൽ തന്നെയായിരുന്നു, പുറത്തങ്ങ് പോകാത്തത് കൊണ്ട് തന്നെ ഇംഗ്ലീഷിൻ്റെ പ്രാബല്യം തീരെ കുറവായിരുന്നു. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എല്ലാ കാര്യങ്ങളും ഈശോ എക്സാം പാസ്സാകാൻ കുറച്ച് കഷ്ടപ്പെടണം, അത് നമ്മൾ ചെയ്യണം. പക്ഷേ കഷ്ടപ്പാടിന് ഫലം ഉണ്ടാകണമെങ്കിൽ അതിനകത്ത് ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ചെയ്യുന്ന കഷ്ടപ്പാടിന് ഫലം ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ കഷ്ടപ്പെട്ട് ദൈവത്തിൻ്റെ പരിപാലനം കൊണ്ട് തിയറി ടെസ്റ്റും പാസ്സായി. ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ട്രാൻസ്ലേറ്ററായിട്ട് ഇടയ്ക്ക് കൂടെ പോകുമായിരുന്നു. പക്ഷേ അങ്ങനെ പോയിരുന്നത് കൊണ്ട് എനിക്ക് ഡ്രൈവിങ്ങിൻ്റെ കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി. അത് എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു, അതിനെനിക്കൊരു ഒത്തിരി ഉപകാരമുണ്ടായി അങ്ങനെ പോയതുകൊണ്ട്. എന്ത് കാര്യമാണെങ്കിലും നമുക്ക് ദൈവത്തിനത് നെഗറ്റീവായ കാര്യങ്ങളെ പോസിറ്റീവ് ആക്കാനായിട്ട് സാധിക്കും. അത് പൈസ കുറച്ച് നഷ്ടം വന്നെന്ന് പറഞ്ഞാലോ അതിന് നഷ്ടമെന്ന് പറയാനില്ല, പക്ഷേ നമുക്ക് അത്ര അത്യാവശ്യമാണ് UK ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ളത്. അത് ദൈവത്തിൻ്റെ കൃപയാൽ ഈ കഴിഞ്ഞ ഒക്ടോബർ 27-ാം തീയതി എക്സാം പാസ്സായി UK ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. അതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. ഈ 2 കാര്യങ്ങളും ഞങ്ങൾ കഴിഞ്ഞ 2022 ജൂലൈയിൽ ഇവിടുന്ന് ഞങ്ങൾ 14 പേരാണ് ഒറ്റ ബാച്ചിൽ ആ ഹോസ്പിറ്റലിൽ ചെന്നത്. ആ കൂട്ടത്തിൽ ഞങ്ങൾ 3 പേരെ ആകെ വീട് മേടിച്ചിട്ടുള്ളൂ. അപ്പം അത്രയും അതിനകത്ത് ഒത്തിരി പഠിപ്പുള്ളവരും കഴിവുള്ളവരൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും കാര്യമാക്കാതെ ദൈവം ഏറ്റവും എളിയവരായ ഞങ്ങൾക്ക് വീട് തന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കഴിവല്ല, ദൈവത്തിൻ്റെ കരുണ ഒന്ന് മാത്രമാണ് എന്ന് ഞാനും കുടുംബവും പൂർണ്ണമായി വിശ്വസിക്കുന്നു. പിന്നെ ജുവലിന് അവൾക്ക് പെട്ടെന്നൊരു ദിവസം മുട്ടിന് വേദനയുണ്ടായി. അതൊരു നീര് പോലൊക്കെ വന്ന് ഡോക്ടറെ കൊണ്ട് കാണിച്ചു. അവരുടെ നമുക്കറിയാമല്ലോ ട്രീറ്റ്മെൻറ്റൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ കുറേ സമയം എടുക്കും ഡയഗ്നോസിസ് ചെയ്യാനും, മെഡിസിനൊന്നും കൊടുക്കത്തൊന്നുമില്ല. അപ്പോൾ ഞങ്ങളെന്നും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഈ മുട്ടിന് വേദന ഉണ്ടായപ്പോൾ ഞാൻ അവരുടെ മുട്ടിലും ഉടമ്പടി തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. കുട്ടികൾക്കും അത് ഭയങ്കര വിശ്വാസമാണ്. അവർക്ക് എന്ത് അസുഖം വന്നാലും അവർ ഓടി എൻ്റെ അടുത്ത് വന്നിട്ട് ഉടമ്പടി തൈലം അല്ലെങ്കിൽ ഉപ്പ് ഉപയോഗിക്കാറുണ്ട്. ഏകദേശം 9 മാസത്തോളം ആ മുട്ടിന് വേദനയും നീരും ഉണ്ടായിരുന്നു. അവരുടെ ഡോക്ടേഴ്സ് പറഞ്ഞത് ജുവനൈൽ ആർത്രൈറ്റീസ് എന്നാണ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ മുട്ടിനകത്ത് കുത്തിവെക്കുകയാണ് ട്രീറ്റ്മെൻറ്റ് എന്നാണ് പറഞ്ഞത്. നമുക്കവിടെ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് കിട്ടാനും ഡോക്ടേഴ്സിൻ്റെ ഒപ്പീനിയൻ കിട്ടാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ ഞങ്ങൾ കൊന്തയൊക്കെ ചൊല്ലിയാണ് എപ്പോഴും പ്രാർത്ഥിക്കുന്നതും എവിടെയെങ്കിലും പോകുന്നതുമൊക്കെ. അപ്പോൾ അവിടെ വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ ഒരു മലയാളി ഡോക്ടർ വന്നിട്ട് ശരിക്കും മാതാവ്, ഞാൻ പോയപ്പം പറഞ്ഞായിരുന്നു, മാതാവ് ഞങ്ങൾക്കിവിടെ ആരെയും പരിചയമില്ല, അമ്മ മാതാവ് തന്നെ വന്ന് കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു.
അങ്ങനെ അത്ഭുതമാണെന്ന് പറയുന്ന വിധം ഒരു ഡോക്ടർ, മലയാളി ഡോക്ടർ വന്നിട്ട് ഇങ്ങോട്ട് കയറി വന്ന് സംസാരിച്ചിട്ട്, ഓർത്തോ ഡോക്ടറാണ്, ഡോക്ടർ പറഞ്ഞു ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴത്തേനും MRI സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ MRI സ്കാനിന് ഡേറ്റ് കിട്ടിയത് 3 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഓൾറെഡി എൻ്റെ മോള് 6 മാസത്തോളം മുട്ടുവേദനയായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 3 മാസത്തോളം നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, ഇത് സ്വെല്ലിംഗ് ഉള്ള കാരണം എന്നാന്ന് കണ്ടുപിടിക്കണം, എനിക്ക് ചെറിയ ഡൗട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഡോക്ടർ തന്നെ പോയി MRI ഡിപ്പാർട്ട്മെൻറ്റിൽ സംസാരിച്ച് 3 മാസം എന്നുള്ള പറഞ്ഞ സ്കാനിങ് പിറ്റേ ദിവസം തന്നെ ചെയ്യുകയും അതിനകത്ത് ഫുൾ കളക്ഷൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു. അങ്ങനെ ഡോക്ടർ മരുന്നൊക്കെ തന്നു. പക്ഷേ ആ മരുന്നൊക്കെ ഇച്ചിരി സ്ട്രോങ് ആയതുകൊണ്ട് ഞാൻ ആ മരുന്നൊന്നും കൊടുത്തില്ല. കൃപാസനം വിശുദ്ധ തൈലം പൂശി പ്രാർത്ഥിക്കുകയും ഉപ്പ് കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഫൈനലായിട്ടൊരു USG സ്കാനിങ് പറഞ്ഞു. ആ സ്കാനിങ്ങിനകത്ത് ഫ്ലൂയിഡ് കളക്ഷൻ ഉണ്ടെങ്കിൽ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ മരപ്പിച്ചിട്ട് കുത്തി വെക്കണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ കാശുരൂപം കൊണ്ടാണ് ഞാൻ എപ്പോഴും നടക്കുന്നത്. ഞാൻ എവിടെ പോയാലും ഏത് സമയത്തും എൻ്റെ കയ്യിൽ എപ്പോഴും കാശുരൂപമുണ്ട്. കാശുരൂപം ഇല്ലാത്ത ഒരു സമയം ഒരിടത്തും ഞാൻ പോകാറില്ല. അങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കാശുരൂപം മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നു. ആ സ്കാൻ ചെയ്ത ഡോക്ടേഴ്സ് പറഞ്ഞു ഇതിനകത്തൊരു ഫ്ലൂയിഡ് കളക്ഷൻ ഒന്നും കാണാനില്ല, ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞ് ആ വേദന പയ്യെ മാറി, ഒരു കുഴപ്പമില്ലാതെ മോൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇപ്പം ആ മുട്ടുവേദനയുടെ ഇതായിട്ട് ഒരു മരുന്നോ ഒരു ട്രീറ്റ്മെൻറ്റോ ഒന്നും എടുക്കേണ്ടി വന്നില്ല. അങ്ങനെ വലിയൊരു അത്ഭുതം നമുക്ക് സംഭവിച്ചു. നമ്മൾ നാട്ടിലൊക്കെ വരാനിരിക്കുവായിരുന്നു ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ ഡിലേ ആവുന്നത് കൊണ്ട്. പക്ഷേ ഒന്നും വേണ്ടി വന്നില്ല. ദൈവം അവിടുന്ന് തന്നെ വലിയൊരു സൗഖ്യം നൽകി. പിന്നെ ഉടമ്പടിയിൽ നിലനിൽക്കുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു പ്രത്യേക സംരക്ഷണം ഫീൽ ചെയ്യാറുണ്ട്. ബൈബിളൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഞാനൊരു സ്വർഗസ്നേതാവേയും നന്മ നിറഞ്ഞ മറിയമേയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനുള്ള പ്രാർത്ഥനയും ചൊല്ലിയിട്ട് ബൈബിളും എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് വചനം എനിക്ക് കിട്ടും. എന്താണ് ഇപ്പോൾ വീട് കാണാനൊക്കെ പോവുകയാണെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ കിട്ടിയ ഈ വീട് കാണാൻ പോകുമ്പം ഞാൻ വചനം എടുത്ത് പ്രാർത്ഥിച്ച് കറക്റ്റ് ആ വീട് കിട്ടുന്ന രീതിയിലുള്ള വചനമാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് മിക്കവാറും ആ വീട് കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞായിരുന്നു. ഈ ടെൻഷൻസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു വചനമാണ്, ഞങ്ങളെല്ലാവരും എപ്പോഴും ചൊല്ലുന്ന വചനമാണ്, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം നിങ്ങൾ അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. 1 പത്രോസ് 5:6. ഈ വചനമെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബലമാണെന്നുള്ളത്. കാരണം നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും വിഷമങ്ങൾക്കുമുള്ള ഉത്തരം ആ ഒറ്റ ഒരു വചനത്തിലുണ്ടെന്ന് ഞാൻ പറയും. കാരണം നമ്മളൊന്നിനെക്കുറിച്ചും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നിലനിന്ന് കഴിഞ്ഞാൽ ദൈവം തക്ക സമയത്ത് നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തരും. നമ്മൾ ഒന്നിനെക്കുറിച്ചും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ചിലപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ചില അനുഭവങ്ങൾ എങ്ങനെ എനിക്ക് തോന്നാറുണ്ട്, കാരണം ഈശോ എന്നെ നോക്കുന്നുണ്ടോ എന്നൊക്കെ. അപ്പം എൻ്റെ മനസ്സിലിങ്ങനെ വരുന്നൊരു ചിന്തയാണ്, കുട്ടികൾ, നമ്മുടെ മക്കൾ നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ കൂടെ എന്ത് ഫ്രീ ആയിട്ടാണ് അവർ ജീവിക്കുന്നത്. അവർക്കൊരു ടെൻഷൻസോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. അതിന് കാരണം അവർക്ക് നമ്മളിലുള്ള വിശ്വാസമാണ്. അതായത് നമ്മൾ അവരെ സംരക്ഷിക്കും, നമ്മളുടെ കീഴിൽ അവർ സേഫാണ് എന്നുള്ളൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അവരങ്ങനെ ഫ്രീ ആയിട്ട് ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും ശക്തനായ ഒരു ദൈവവും നമുക്ക് മധ്യസ്ഥയായിട്ട് പരിശുദ്ധ കന്യാമറിയവും ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് എന്ന് എനിക്ക് അങ്ങനൊരു ചിന്ത വന്നു. അത് അങ്ങനൊരു ചിന്ത വന്നാൽ പിന്നെ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കും. എനിക്കങ്ങനെ എന്തുണ്ടായാലും അങ്ങനെ ചെറിയൊരു ഇത് തോന്നുകയില്ലാതെ, പ്രത്യേകിച്ച് പെട്ടെന്ന് അങ്ങനെ വിഷമങ്ങളങ്ങും അധികം നേരം നിൽക്കാറില്ല. ഫ്രീ ആയിട്ട് ഞാനതങ്ങ് മറന്നു പോകും. പിന്നെ മറ്റൊരു സംഭവം, ഒരു ദിവസം പെട്ടെന്ന് ടോണിക്ക് ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു 3 മണിയായപ്പോഴത്തേനും ഒരു ചെറിയ ഞരക്കം കേട്ട് ഞാൻ ഉണർന്നപ്പോഴത്തേനും ടോണി വേദനയെടുത്തിങ്ങനെ പൊളയുകയാണ്. അപ്പം ഞാൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേനും പറഞ്ഞു പെടലിക്ക് എന്തോ സംതിങ് ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞു. നോക്കിയിട്ട് ഭയങ്കര വേദനയാണ്, പെടലി അനക്കാൻ പോലും പറ്റുന്നില്ല. അപ്പം ഞാൻ ആലോചിച്ച് എന്ത് ചെയ്യും, നമുക്ക് അവിടെ ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടണമെങ്കിൽ
ഒന്നും ചെയ്യാൻ പറ്റില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും പറ്റത്തില്ല, അനങ്ങാൻ പോലും പറ്റാത്ത ആളെ എങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും? അവിടെ ചെന്നാൽ തന്നെ ട്രീറ്റ്മെൻറ്റ് ഒത്തിരി ഡിലേ ആവും. അപ്പം ഞാൻ മാതാവ് വിശുദ്ധ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി കഴുത്തിൻ്റെ പുറകിൽ ഒരു തരത്തിൽ കഴുത്തനക്കാൻ വയ്യ എങ്കിൽ കൂടി ഒരു തരത്തിൽ ഞാൻ പുരട്ടിയിട്ട് മറ്റേ സ്ട്രോ വെച്ചിട്ട് തൽക്കാലത്തേക്ക് ഒരു പാരസിറ്റാമോളും കൂടെ കൊടുത്തു. അതൊന്നും കൊടുത്താലൊന്നും ഒന്നും ആവത്തില്ല, എന്നാലും ഒരു പാരസിറ്റാമോളും കൂടെ അങ്ങ് കൊടുത്തു. അങ്ങനെ കൊടുത്ത് കുറച്ച് കഴിഞ്ഞ് ഉറങ്ങി, വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങിപ്പോയി. രാവിലെ എഴുന്നേറ്റപ്പോൾ അങ്ങനെ ഒരു വേദന ഉണ്ടായതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് പോലും ഉണ്ടായില്ല. അത് കാരണം അതുപോലെ വേദനയായിരുന്നു. വേദന സാധാരണ ആണുങ്ങളൊക്കെ കരയാന്ന് പറയുന്നത് അതുപോലെ വേദന ഉണ്ടപ്പോഴായിരിക്കുമല്ലോ. അപ്പം എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പോലും ഉണ്ടായില്ല. അങ്ങനെ ഒരു എന്ത് ബുദ്ധിമുട്ടുണ്ടായെന്ന് പറഞ്ഞാലും എനിക്ക് ആദ്യം പോകുന്നത് വിശുദ്ധ വസ്തുക്കളോ കാശുരോ എടുത്താണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അത്രമാത്രം ഞങ്ങളുടെ കുടുംബം ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്. ആത്മീയ ജീവിതത്തിലുള്ള ഉയർച്ച എന്ന് പറഞ്ഞാൽ ഉടമ്പടി എടുത്തതിൽ പിന്നെ ഞങ്ങൾ ഇതുവരെ കുടുംബ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. എല്ലാ ഞായറാഴ്ചകളിലും അവിടെ നമുക്ക് പാടാണ് പള്ളിയിൽ പോകാൻ, പക്ഷേ എല്ലാ ഞായറാഴ്ചകളിലും മുടങ്ങാതെ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. കുട്ടികൾക്ക് ഞാൻ കൊടുക്കുന്ന ബർത്ത്ഡേ ഗിഫ്റ്റ്, ഫസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറയുന്നത് അവരെ ഓരോ വചനം പഠിപ്പിക്കുകയാണ്. ഓരോ ബർത്ത്ഡേക്കും അവർക്ക് ഓരോ പുതിയ വചനം പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവരിത് കറക്റ്റായിട്ട് ചെയ്യാറുമുണ്ട്, പഠിക്കാറുമുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ട് സഹായം ചെയ്യാറുണ്ട് ആവശ്യക്കാർക്കൊക്കെ. എൻ്റെ സഹോദരൻ നാട്ടിലുണ്ട്, അപ്പോൾ സഹോദരനെ അറിയാവുന്ന സഹോദരനിലൂടെയും ഞാൻ സാമ്പത്തിക സഹായം ചെയ്യാറുണ്ട്. പിന്നെ കൂടാതെ എനിക്കിങ്ങനെ പൈസ അങ്ങനെ കൊടുത്തുകൊണ്ട് എനിക്ക് വലിയ സംതൃപ്തിയൊന്നും തോന്നിയില്ല, കാരണം ഞാൻ ആക്റ്റീവായിട്ടൊന്നും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട്, നമ്മളിപ്പോൾ അവിടെയൊക്കെ അപ്പനും അമ്മയും 2 മക്കളും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. നമ്മുടെ പേരൻസ് ഒന്നും നാട്ടിലില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ഡെലിവറി ആയി. അപ്പോൾ അവർ നാട്ടിൽ നിന്ന് പേരൻസ് ഒന്നും വന്നില്ല. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ സമയത്ത്. നമുക്കത് അനുഭവിച്ചവർക്കല്ലേ കാണുന്നവർക്കേ മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമ്മളവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് എല്ലാ ദിവസമൊന്നും ഫുഡ് ഉണ്ടാക്കത്തില്ല, 2-3 ദിവസത്തിനൊക്കെ ഉണ്ടാക്കി ഫുഡ് ഉണ്ടാക്കി സമയം കിട്ടത്തില്ല, ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഈശോയ്ക്ക് വേണ്ടിയിട്ട്, ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്ത ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കാരുണ്യപ്രവൃത്തി എന്ന രീതിയിൽ എല്ലാ ദിവസവും ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നുണ്ട്, നമ്മൾ ഫ്രഷ് ഫുഡ് കൊടുക്കണമല്ലോ. അങ്ങനെ എല്ലാ ദിവസവും ഒരു 1.5 മാസത്തോളം നമ്മൾ തന്നെ ഫുഡ് മേടിച്ച് സാധനങ്ങൾ മേടിച്ച് ഫുഡുണ്ടാക്കി 3 നേരം അവർക്ക് കൊടുത്തു. അത് കൊടുത്ത് കഴിഞ്ഞപ്പോഴാണ് വീടിൻ്റെയൊക്കെ ഭയങ്കരമായ മാറ്റങ്ങളൊക്കെ ഉണ്ടായത്. അങ്ങനെ ഒരു കാര്യം ചെയ്തു. പിന്നെ ഇതുപോലെ തന്നെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഡെലിവറിയുടെ സമയം ബ്ലീഡിങ് നിൽക്കുന്നില്ലായിരുന്നു. അങ്ങനെ അവർ മിക്കവാറും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അപ്പം അവരെ ഞാൻ വീട്ടിൽ വന്നപ്പം വിശുദ്ധ തൈലം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലിയതിൻ്റെ ഫലമായിട്ട് അന്ന് മുതൽ പിന്നെ അവർക്ക് അങ്ങനെ ബ്ലീഡിങ്ങിൻ്റെതായ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അതിൻ്റെ പേരിൽ അവർക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടതായിട്ട് വന്നിട്ടില്ല. ഞാൻ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് സ്റ്റാറ്റസ് ഇടാറുണ്ട്. അത് കണ്ടിട്ട് എവിടെ നാട്ടിലുള്ളവരും അവിടെയുള്ളവർ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളോ ആവശ്യങ്ങളോ വന്നു കഴിഞ്ഞാൽ എന്നെ വിളിച്ച് ചോദിക്കും, സൗമ്യ എങ്ങനെയാണ് ഉടമ്പടി എടുക്കേണ്ടത്? അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ 100 നാവാണ് എൻ്റെ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്. അങ്ങനെ അവർക്ക് ഞാനതെല്ലാം പറഞ്ഞു കൊടുത്ത് അവരുടെ ആ കാര്യങ്ങളെല്ലാം നടക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. പണ്ടൊക്കെ കൃപാസനത്തെ പറ്റി ഒരുപാട് മോശം കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പലരും അത്ര ഇതൊന്നും പറയാതിരിക്കുമ്പോൾ ഞാൻ അവരുടെ എല്ലാം മുന്നിൽ നല്ല സ്ട്രോങ് ആയിട്ട് പറയും. ആരെന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഇതെൻ്റെ ജീവിതത്തിൽ നടന്ന സാക്ഷ്യമാണ്. അതിനകത്ത് എനിക്ക് ആരുടെയും ഒരു നെഗറ്റീവ് കൊണ്ട് മറന്നല്ല ഇത് കാര്യമല്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടറിഞ്ഞ് അനുഭവിച്ച കാര്യങ്ങളാണ്. അതിനകത്തൊന്നും തന്നെ ആർക്കും പറഞ്ഞൊന്നും മാറ്റാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം, അതിനുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം. പക്ഷേ ഞാനും എന്നും ഉടമ്പടിയിൽ തന്നെ ആയിരിക്കുമെന്ന് പറയാറുണ്ട്. ജീവിത അവസാനം വരെ എനിക്ക് ഈശോയുടെ കൂടത്തുള്ള ഉടമ്പടിയിൽ ജീവിക്കാനാണ് ആഗ്രഹം. ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ത്രിയേക ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും എല്ലാവരുടെയും പേരിൽ പറയുന്നു. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഞങ്ങൾക്ക് ഇവിടെ ഒക്ടോബർ 27 ജപമാല റാലി നടത്തിയപ്പോഴത്തേനും അത് കൂടാൻ പറ്റിയില്ല. അപ്പം
എൻ്റെ മനസ്സിൽ അങ്ങനെ ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് വന്ന ഒരു ആശയം എന്ന് വെച്ചാൽ എന്തുകൊണ്ട് നമുക്കവിടെ നടത്തിക്കൂടാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി ഒരു 2.5-3 മണിക്കൂറോളം, ആ സമയം നല്ല മഞ്ഞും തണുപ്പും മഴയൊക്കെ ഉള്ള സമയമാണ്. കൊച്ചു പിള്ളേരും 2 പേരും ഒരു മടിയും കൂടാതെ ജപമാല കൈകളിലേന്തി ഞങ്ങൾ 2.5-3 മണിക്കൂറുകളോളം ആ സ്ഥലത്ത് കൂടെ ജപമാല റാലി ചെയ്ത് ഞങ്ങൾ ആ മേടിക്കാൻ വെച്ചിരുന്ന വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ എല്ലാം പോയി ജപമാല റാലി നടത്തുകയുണ്ടായി. പിന്നെ അച്ഛൻ്റെ പ്രസംഗം, ചൊവ്വാഴ്ചത്തെ ധ്യാനം, അത് ഞാൻ മുടങ്ങാറ് കൂടാറുണ്ട്. കാരണം അവിടെ നിലനിൽക്കാനുള്ളൊരു പ്രത്യേക ഒരു ധൈര്യം കിട്ടുന്ന അച്ഛൻ്റെ പ്രസംഗത്തിലാണ്. നമുക്കിപ്പം എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളോ അല്ലെ സംശയങ്ങളോ അല്ലെ പ്രയാസങ്ങളോ ഉണ്ടാകുമ്പോൾ ആ കറക്റ്റ് ചൊവ്വാഴ്ചത്തെ ധ്യാനത്തിനകത്ത് അതിനുള്ള മറുപടി അച്ഛൻ കറക്റ്റ് പറഞ്ഞിരിക്കും. കാരണം ഞാൻ ഓരോ വീട് മേടിക്കാൻ വേണ്ടി പോകുമ്പോഴും അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമ്പം അത് കിട്ടാതെ വരുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഉപ്പിട്ടിട്ട് എന്തുകൊണ്ടാണ് കിട്ടാതെ എന്നുള്ളത്. അത് ഒരു ഉദാഹരണം പറയുകയാണ്. അപ്പം ആ ചൊവ്വാഴ്ചത്തെ ധ്യാനത്തിൽ അച്ഛൻ പറയുകയാണ്, നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഉപ്പിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് നല്ലതാണെങ്കിൽ മാത്രം കിട്ടാനായിട്ടാണ് നല്ലത്, അത് കിട്ടാനായിട്ടല്ല, അത് ദൈവഹിതമാണെങ്കിൽ മാത്രം കിട്ടാനായിട്ടാണ് ആ ഉപ്പിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്ന്. അപ്പം ആ ഒരു സംശയം, അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും കറക്റ്റ് മറുപടി അച്ഛൻ്റെ ധ്യാനത്തിൽ കിട്ടാറുണ്ട്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധ അമ്മയ്ക്ക് മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധ പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൽ നിന്ന് 5-ാം അധ്യായം 6-ാം തിരുവചനം, ദൈവത്തിൻ്റെ 5-ാം അധ്യായം 10-ാം തിരുവചനം, തൻ്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായി ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും. ഉടമ്പടിയിലൂടെ സൗമ്യയെയും ടോണിയെയും അനുഗ്രഹിച്ച് അവരെ ഉടമ്പടി എന്താണെന്ന് പഠിപ്പിക്കുകയും ദൈവസ്നേഹം പൂർണ്ണമായി അനുഭവിച്ച് സമ്പൂർണ്ണ സമർപ്പണം കുടുംബത്തോടൊപ്പം ചെയ്യാൻ അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ വലിയ ശക്തമായ സാക്ഷ്യമാണിത്. അവർ കൃത്യമായും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവർക്ക് ഒരു വീട് UK-യിൽ വീട് ലഭിച്ചതിനെ കൊടുത്തതിനെ പ്രതിയാണ് ഈ നന്ദി പ്രകാശനം ഇവിടെ ഏറ്റുപറയുന്നത്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഔസേപ്പിതാവുമുള്ള ഒരു വീട് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട വീടായിരിക്കണം, ഞങ്ങൾക്ക് അതിനുള്ളൊരു അടയാളം കൂടി എനിക്ക് തരണം. 7 എന്ന നമ്പറുള്ള പരിശുദ്ധ അമ്മയുടെ നമ്പറായ അങ്ങനെ ഈശോയ്ക്ക് ഇഷ്ടമുള്ളൊരു വീടായിരിക്കണം ഞങ്ങൾക്ക് നൽകേണ്ടത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സൗമ്യയുടെ തന്നെ വാക്കുകളിൽ 14 ബാച്ചാണ് ഇവിടുന്ന് പോയത്, 14 പേര്. പക്ഷേ എണ്ണി എടുത്ത 2-3 പേർക്ക് മാത്രമേ അവിടെ സ്വന്തമായിട്ടൊരു വീട് മേടിക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുള്ളൂ. അത് കൃത്യമായും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ അവർ തന്നെ അധ്വാനിച്ചെങ്കിലും അത് കൃപയിലൂടെയാണ് അവർക്ക് വീട് ലഭിച്ചത് എന്ന് അവർ ഏറ്റുപറയുന്നു. എത്ര തന്നെ നമുക്ക് ആൾബലവും സമ്പാദ്യവും എല്ലാം ഉണ്ടായാലും നമ്മൾ ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്തോ ലഭിക്കണമെന്ന് നിർബന്ധമില്ല. ഇവിടെയാണ് ഉടമ്പടി വർക്ക് ചെയ്യുന്നുവെന്ന് ഓരോരുത്തരും തിരിച്ചറിയുന്നത്. അതുപോലെ തന്നെ ടോണി ജീവിത പങ്കാളിയുടെ ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ച് മകൾ പറയുകയുണ്ടായി. എത്ര തന്നെ നമുക്ക് ഇംഗ്ലീഷ് ഭാഷ അറിഞ്ഞാലും അല്ലെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്ന സമയത്ത് നമുക്ക് സ്കിൽഡ് ആണെങ്കിൽ തന്നെയും കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന സമയത്ത് ബൈ മിസ്റ്റേക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ റോങ് ഡിജിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മളൊരു വലിയ പരാജയമായി പല പ്രാവശ്യം കുത്തിയെടുക്കേണ്ട അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ടോണിയുടെ കേസിൽ അവർക്ക് പരിശുദ്ധ അമ്മ തന്നെ ഇടപെട്ടുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അവർ ഉപയോഗിച്ചിരുന്ന ഇവിടെ നിന്ന് കൊണ്ടുപോയ നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉടമ്പടി കാശുരൂപവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിശുദ്ധ അമ്മ കൂടെയുണ്ടെന്നുള്ള ബലം. വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്സാകുവാനും ഡ്രൈവിംഗ് ചെയ്യുവാനുമുള്ള സാധ്യത അദ്ദേഹത്തിനുണ്ടായി എന്നേറ്റ് പറയുന്നു. എളിയവരെ ഉയർത്തി എന്നാണ് സൗമ്യ ഇതിലേറ്റ് പറയുന്നത്. അതേ പരിശുദ്ധ അമ്മ പാടുന്നത് പോലെ, ആ മാഗ്നിഫിക്കത്ത് പാടുന്നത് പോലെ തൻ്റെ ദാസിയുടെ താഴ്മയെ അവിടുന്ന് തൃക്കൺ പാർത്തു. പരിശുദ്ധ അമ്മ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞപ്പോഴാണ് ആ ഒരു സ്തോത്രഗീതം പാടുവാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ മകളുടെ ഒരു അസുഖത്തെക്കുറിച്ച് അമ്മ പറയുകയുണ്ടായി. ജുവനൈൽ ആർത്രൈറ്റിസ് എന്ന ഒരു രോഗസാധ്യതയുള്ള ഒരു വാദം ഈ മകളെ പിടിപെട്ടിട്ട് 9 മാസക്കാലം സ്വെല്ലിങ്ങും ഫ്ലൂയിഡുമായി ജീവിച്ച് ഒരു വലിയ ട്രീറ്റ്മെൻറ്റിനെ അണ്ടർഗോ ചെയ്യേണ്ടിയിരുന്ന സമയത്ത് പരിശുദ്ധ അമ്മയുടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഫ്ലൂയിഡ് കളക്ഷൻ ഒന്നുമില്ലാത്ത ഒരു വലിയ സ്കാൻ റിപ്പോർട്ട് അവർക്ക് ലഭിച്ചത്.
കൃത്യമായും പരിശുദ്ധ അമ്മയുടെ ഒരു മാധ്യസ്ഥവും സ്നേഹവും പരിചരണയും ഈശോയുടെ സൗഖ്യവും അവർക്ക് ലഭിച്ചതായി ഏറ്റുപറയുന്നു. എന്നെ സ്നേഹിക്കുന്നോ എന്ന് വിശുദ്ധ പത്രോസിനോട് ഈശോ ചോദിക്കുന്നുണ്ട്. ഉത്ഥാനത്തിന് ശേഷം ഈശോ ചോദിക്കുന്നൊരു വലിയ 3 പ്രാവശ്യം ചോദിച്ചു, പത്രോസെ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. 3-ാം പ്രാവശ്യം ചോദിച്ചപ്പോൾ വളരെ സങ്കടത്തോടു കൂടിയാണ് പത്രോസ് പറയുന്നത്, അങ്ങേക്കറിയാമല്ലോ എന്ന്. വളരെ തകർന്ന മനസ്സോടുകൂടിയാണ് പത്രോസ് പറയുന്നത്. അതുപോലെ തന്നെ ഈ കുടുംബം എന്ന് ഏറ്റുപറയുന്നത്, അങ്ങേ സ്നേഹിക്കുന്നുവെന്ന് ഞങ്ങൾ അങ്ങേക്കറിയാമല്ലോ. അത് ഓരോ പ്രവൃത്തിയും ഇവർ ചെയ്യുന്നത് അങ്ങനെയാണ്. ഫ്രഷ് ഫുഡ് ഉണ്ടാക്കി അവർക്ക് ഒരു ഡെലിവറി പേഷ്യൻറ്റിനെ കൊടുക്കാൻ സാധിക്കുന്നതും സങ്കടത്തിൽ കഴിയുന്നവർക്ക് കൃത്യമായ സഹായം എത്തിക്കാൻ സാധിക്കുന്നതുമെല്ലാം മനസ്സിൻ്റെ ഒരു തുറവിയും ഈശോയോടുള്ള സ്നേഹത്തോടു കൂടിയും മാത്രമാണെന്ന് ഉടമ്പടി ജീവിതം അവരെ പഠിപ്പിച്ചു കഴിഞ്ഞു. അതൊരു ജീവിത രീതിയായി കഴിഞ്ഞു. എലിസബത്ത്, സൗമ്യയ്ക്കും ടോണിക്കും അവരുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് പ്രവാസികളായി കഴിയുന്ന മക്കളുടെ എല്ലാ സങ്കടങ്ങളെയും അവരുടെ പ്രതിസന്ധികളെയും എല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് അവർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിച്ചു. ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഞങ്ങളുടെ കുടുംബത്തെ ഉയർത്തിയതിന് പരിശുദ്ധ അമ്മയ്ക്കും അമ്മയുടെ തിരുക്കുമാരനും അനേകായിരം നന്ദി. എൻ്റെ പേര് അജീഷ്, ഇത് എൻ്റെ ഭാര്യ സുമ, ഇതെൻ്റെ മക്കൾ, ഇത് ഹൃതിക് അജീഷ്, ഇത് ഐശ്വര്യ അജീഷ്. ഞങ്ങൾ വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ കടമ്പനാട് തുവയൂർ എന്നുള്ള സ്ഥലത്തു നിന്നാണ്. ആദ്യമായി കൃപാസനത്തെപ്പറ്റി ഞങ്ങൾ അറിയുന്നത്, ഞാൻ സുഖമില്ലാതെ ആശുപത്രിയിൽ കിടന്ന സമയത്ത് എൻ്റെ ഭാര്യയ്ക്കൊരു കൃപാസന പത്രം കിട്ടിയാണ്. അങ്ങനെ അത് വായിക്കുന്ന സമയത്ത് അവൾ വിശ്വാസത്തിലാവുകയും അവളുടെ അമ്മയുടെ ചേട്ടത്തിയുടെ മകൾ വഴി കൃപാസനത്തെപ്പറ്റി അറിയുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്ന കാലത്ത്, ഞങ്ങൾ ജോലിക്കുറവ്, ആ സമയത്ത് ഞാൻ കൈയെടുത്തിട്ടാണ് കൃപാസനത്തിൽ ഞങ്ങൾ വരുന്നത്. ഞങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് കൃപാസനത്തെപ്പറ്റി അത്ര വലിയ ധാരണയൊന്നുമില്ല. സാധാരണ ഒരു പള്ളി പോലെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നൊരു പള്ളി എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. എന്നാൽ ഞങ്ങളിവിടെ വരുമ്പോഴാണ് ഇവിടെ ഉടമ്പടി പറ്റിയും അതിലെ കാര്യങ്ങളെ പറ്റിയൊക്കെ അറിയുന്നത്. ഞങ്ങൾ അന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഇതിലെ കാര്യങ്ങളൊക്കെ അതേപോലെ ചെയ്തു. നിയോഗങ്ങൾ 6 ഞങ്ങൾ എഴുതിയിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾ വെച്ച നിയോഗങ്ങൾക്കപ്പുറം ജീവിതത്തിൽ ഒരുപാട് രോഗശാന്തിയും പിന്നീട് ദൈവാനുഗ്രഹവും ഉണ്ടായിട്ടുണ്ട്. അതിൽ ഞങ്ങൾ മെയിനായിട്ടും ഞങ്ങൾക്ക് ഈ പ്രത്യക്ഷീകരണത്തിൽ നിലനിന്ന് പോകാൻ കഴിഞ്ഞത് തന്നെ ഞങ്ങൾക്ക് വലിയൊരു ദൈവാനുഗ്രഹമാണ്. എനിക്ക് പിന്നെ ആക്സിഡൻറ്റുകളായിട്ട് 2-3 തവണ എനിക്ക് ആക്സിഡൻറ്റ് പറ്റി. അതേപോലെ രോഗസൗഖ്യം ഉണ്ടായിട്ടുണ്ട്. ഈ ആക്സിഡൻറ്റിൽ ആദ്യമായിട്ട് കല്ലുകുഴി ഭാഗത്ത് നിന്ന് അടൂരോട്ട് പോകുന്ന സമയത്ത് കല്ലുകുഴിയിൽ വെച്ച് എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഈ ആക്സിഡൻറ്റിൽ എൻ്റെ വലത് കൈയിൽ ഞരമ്പ് പൊട്ടിപ്പോവുകയും എൻ്റെ ശരീരത്ത് കുറേ മുറിവുകളുണ്ടാവുകയും ഒരുപാട് രക്തം വാർന്ന് ഞാൻ ആ വഴിയിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു അകപ്പെടുകയും ചെയ്തിരുന്നു. അന്ന് ഞാൻ എങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയെന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ അതിൽ മാതാവിൻ്റെയും യേശുനാഥൻ്റെയൊക്കെ ഒരുപാട് ഇടപെടലുണ്ടായിട്ടുണ്ടെന്ന് ഞാനിപ്പോൾ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തുന്ന സമയത്ത് പോലും ബോധമില്ലാതിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. ഈ അവസ്ഥയിൽ ചെറിയൊരു ബോധം വന്ന സമയത്ത് എന്നെ കൊണ്ടുവന്നവരോട് വീട്ടിൽ നമ്പർ പറഞ്ഞിടത്താണ് എൻ്റെ കുടുംബം കോട്ടയം മെഡിക്കലിൽ എത്തുന്നത്. ആ സമയത്തും നല്ല രീതിയിൽ ബോധത്തിലൊന്നും ആയിരുന്നില്ല. ഞാൻ ബോധം തെളിഞ്ഞും ഇല്ലാതെയൊക്കെ ഇരുന്ന സമയം എൻ്റെ ഭാര്യ മാതാവിനോട് അന്ന് പ്രാർത്ഥിച്ചിരുന്നു, എങ്ങനെ ഈ അവസ്ഥയിൽ ഞങ്ങൾ ജീവിക്കും, എങ്ങനെ മുന്നോട്ട് പോകും. അങ്ങനെ എനിക്ക് ഒരടയാളം മാതാവ് കാണിച്ചു തരണം, അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല എന്ന് തെളിയിച്ചു തരണമെന്ന് പറഞ്ഞ് അന്ന് രാത്രി ഞാൻ നല്ല ബോധത്തോടെ ആവുകയും സുമയോട് സംസാരിക്കുകയും ചെയ്യുമെന്നാണ് സുമ പറയുന്നത്. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ ശരീരത്തെ മുറിവുകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കരിയുകയും എൻ്റെ കയ്യിലെ ഞരമ്പ് പൊട്ടിയ ആ മുറിവ് മാത്രം നിലനിൽക്കുകയും ചെയ്തു. പിന്നെ അതും വളരെ പെട്ടെന്ന് തന്നെ ഭേദമാവുകയും എനിക്ക് പെട്ടെന്ന് ജോലിയിൽ ഒക്കെ പ്രവേശിക്കാനും കുടുംബം നോക്കാനൊക്കെ എനിക്ക് പറ്റി. അതേപോലെ പിന്നീടും എനിക്ക് 2 ആക്സിഡൻറ്റുകളുണ്ടായെങ്കിലും വളരെ അത്ഭുതകരമായിട്ട് ഞാൻ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുകയായിരുന്നു. ഇതിൽ ഒരെണ്ണം വലിയ ഒരു
വണ്ടിയുടെ കീഴത്ത് വീഴേണ്ട ഒരവസ്ഥയിൽ ഞാൻ ആക്സിഡൻറ്റിൽപ്പെട്ട് റോഡിലേക്ക് മറിയുകയും ഈ വണ്ടിയുടെ അടിയിൽപ്പെടാതെ ഞാൻ വളരെ സുരക്ഷിതനായി തിരികുകയും ചെയ്യുകയായിരുന്നു. പിന്നീടുണ്ടായ ആക്സിഡൻറ്റിലും എനിക്ക് വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ മാതാവിനെ യേശുനാഥനെ കാത്തുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ എനിക്ക് എൻ്റെ ഏണിന് ഒരു വല്ലാത്ത വേദന വരികയും എനിക്ക് കട്ടിലിലോ കിടക്കുകയോ നേരെ കിടക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുമായിരുന്നു. ഇതിന് ആശുപത്രി ഞങ്ങൾ പോയിരുന്നു. ഈ ആശുപത്രിയിൽ പോയ സമയത്ത് ഡോക്ടർ പറഞ്ഞത് സ്കാൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ ഇത് വീട്ടിൽ വരികയും പിന്നീട് ഈ വേദന തുടർന്ന സമയത്ത് നമുക്ക് ഉടമ്പടി തൈലം ഞാൻ പുരട്ടി പ്രാർത്ഥിക്കുകയും നിരന്തരം പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥന ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. എൻ്റെ കുടുംബത്തിലും ഇതറിഞ്ഞവരെല്ലാം പറഞ്ഞത് ആശുപത്രി പോകണം, ഈ അസുഖം മാറണമെങ്കിൽ സ്കാൻ ചെയ്ത് മരുന്ന് കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ മരുന്ന് കഴിച്ചില്ല. ഈ തൈലം ഞാൻ ഉപയോഗിക്കുകയും നിരന്തരം ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി പതുക്കെ എനിക്ക് രോഗം മാറുകയായിരുന്നു. അതേപോലെ തന്നെ എനിക്ക് തലയിൽ ഒരു മുഴ 6-7 വർഷത്തോളം ഉണ്ടായിരുന്നു. ഇത് ആദ്യം ഞാൻ ഈ ഒരു ENT ഡോക്ടറെ കണ്ടപ്പോൾ ഇത് കുഴപ്പമില്ലാത്തതാണ്, എടുത്ത് കളയാമെന്നൊക്കെ പറഞ്ഞെങ്കിൽ ആ സമയത്ത് കൊറോണ വന്നിരുന്ന സമയത്ത് അത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റാൻ കഴിഞ്ഞിരുന്നില്ല. ഈ മുഴ പിന്നീട് ഡോക്ടറെ കാണിച്ച് ഇത് ഞങ്ങൾക്ക് എടുക്കുന്ന സമയത്ത് എൻ്റെ ഭാര്യ മാതാവിനോട് വളരെ കരഞ്ഞപേക്ഷിക്കുകയും ഇത് മറ്റുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ മുഴ ഓപ്പറേഷൻ ചെയ്ത് ബയോപ്സി അയച്ചെങ്കിലും ഇതെനിക്ക് ക്യാൻസർ ഉള്ള അതിൻ്റെ നെഗറ്റീവ് ആവുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. അതേപോലെ എനിക്ക് ഇടുപ്പിന് വന്ന അസുഖം അത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എനിക്ക് മുന്നോട്ട് ജോലി ചെയ്യാൻ പറ്റുമെന്ന് പോലും വിചാരിച്ചിരുന്നില്ല. അത് ഈ ഉടമ്പടി തൈലത്തിൻ്റെ ഉപയോഗം വന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് അതിൽ പരിപൂർണ്ണ സൗഖ്യം കിട്ടിയത്. അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം ഒരു തവണയല്ല അതിൽ കൂടുതലുണ്ടായിട്ടുണ്ട്. എൻ്റെ മകൻ തന്നെ ഞങ്ങൾ ഇവിടെ അഖണ്ഡ ജപമാല റാലിക്ക് വന്ന സമയത്ത് ഒരു കൊന്ത വേണം എന്ന് വാശി പിടിച്ചിരുന്നു. അങ്ങനെ ഈ കൊന്ത ഞങ്ങൾ അന്നേരം വാങ്ങിച്ചു കൊടുത്തില്ല. അങ്ങനെ ഇവൻ അത്രയ്ക്ക് വിഷമത്തിലായിരുന്നു. ഞങ്ങൾ ഈ ജപമാല റാലിയിൽ പങ്കെടുത്ത് അർത്തുങ്കൽ പള്ളിയിൽ തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങളൊരു ആൾക്കൂട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് അത് ഇവൻ പറയുന്നതാണ്. അന്നേരം കാറിലിരുന്ന ഒരു അച്ഛൻ എന്നെ കൈ കാട്ടി വിളിച്ച് എന്തുവാ. അന്നേരം എൻ്റെ അമ്മ പറഞ്ഞ് മോനെ അച്ഛൻ മുട്ടായി തരാൻ വിളിച്ച് അങ്ങോട്ട് പോകാൻ പറഞ്ഞ്. അവിടെ ചെന്നപ്പോൾ അച്ഛൻ എനിക്കാണെങ്കിൽ ഒരു കൊന്ത തന്ന്. ഇത് അച്ഛൻ എനിക്ക് തന്ന കൊന്ത, മാതാവ് എനിക്ക് തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ കാര്യത്തിലും ഞങ്ങൾക്ക് മാതാവിൻ്റെ ഇടപെടൽ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് ഞങ്ങൾ അറിഞ്ഞതാണ്. ആദ്യം ഞങ്ങളിവിടെ ഒരു കൊന്ത വാങ്ങിച്ചിരുന്നു. ആ കൊന്ത ഞാനിടുകയാണ് ചെയ്തത്. ആ സമയത്താണ് എൻ്റെ മകനും ഇത് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചത്. പക്ഷേ അന്നേരം വാങ്ങിച്ചു കൊടുത്തില്ല. പിന്നീട് മാതാവ് അച്ഛനിലൂടെ ഞങ്ങളുടെ മകനത് എത്തിച്ചു കൊടുത്തതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ ഇതെൻ്റെ മകൾക്ക് പനിയുടെ അസുഖം ഇങ്ങനെ മുറിച്ചുകയും 2-3 ആശുപത്രിയിൽ ഞങ്ങൾ പോവുകയും ചെയ്തു. ഈ ഓരോ ആശുപത്രിയിലും ഇതിൻ്റെ വ്യക്തമായ കാരണം ഞങ്ങൾക്ക് പിടികിട്ടില്ല. മൂന്നാമത് ഞങ്ങളൊരു പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു ആശുപത്രിയിലാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ഞാൻ എൻ്റെ നിർബന്ധത്തിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കുകയും ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണിത് ഡെങ്കിപ്പനിയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമായത്. അന്ന് അവിടുന്ന് മരുന്ന് തന്നു വിടുകയും അത്യാവശ്യം കുറച്ച് ഫ്രൂട്ട്സ് മറ്റോ വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിൽ വരികയും ഞങ്ങൾ ഈ പ്രാർത്ഥന ആ സമയത്തെല്ലാം തുടർന്നിരുന്നു. 3 ദിവസം കഴിഞ്ഞ് വീണ്ടും ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഈ 3 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കൗണ്ട് വളരെയധികം കൂടുകയും പ്ലേറ്റ്ലെറ്റ് ആവശ്യത്തിൽ അധികം ആവുകയും ചെയ്തിരുന്നു. അങ്ങനെ ആശുപത്രിയിൽ നിന്ന് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എന്ത് മരുന്നാണ് കഴിച്ചതെന്ന് ചോദിച്ചു. ഞങ്ങൾ തന്നതല്ല. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളങ്ങനെ ഒന്നും ചെയ്തില്ല. ഞങ്ങൾ ആ സമയത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന തുടർച്ചയായിട്ട് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ മാതാവ് നടത്തിയ അത്ഭുതമാണെന്ന് ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. അന്ന് ഞങ്ങളുടെ പരിസരത്ത് ചിലർക്കൊക്കെ ഡെങ്കിപ്പനിയായിട്ട് 1 മാസത്തോളമൊക്കെ ആശുപത്രിയിലും അഡ്മിറ്റായിരുന്ന സമയത്താണ് മകൾ വെറും 3 ദിവസത്തിനുള്ളിൽ ആ രോഗത്തിൽ നിന്ന് മുക്തി നേടിയത്. അതേപോലെ എൻ്റെ ഭാര്യയ്ക്കും ഈ രോഗസൗഖ്യം ഉണ്ടായിട്ടുണ്ട്. അത് എൻ്റെ ഭാര്യ പറയും.
ഈശോയ്ക്കും മാതാവിന് ഞാൻ 1000 നന്ദി പറയുന്നു. എനിക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ തുമ്മലാണ്. ആ തുമ്മൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് നിൽക്കത്തതേ ഇല്ലായിരുന്നു. രാത്രിയിലും പകലും എല്ലാം ഒരുപോലെ തുമ്മിയേ. അങ്ങനെ ഒരു ദിവസം രാത്രി മാതാവിനെ ഞാൻ വിളിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ പിറ്റേന്ന് മുതൽ എനിക്ക് തുമ്മൽ എന്ന ഒരു അസുഖമില്ല. അതുപോലെയാണ് തലവേദനയും. എവിടെ പോയാലും തലവേദനയുടെ ഗുളിക വാങ്ങിച്ച് വെച്ച് കഴിക്കുകയായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഇതുവരെ എനിക്ക് തലവേദനയൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ആദ്യമൊക്കെ പത്രം കൊടുത്ത് തീർക്കണമെന്നേ ഉള്ളായിരുന്നു. പിന്നെ അച്ഛൻ്റെ പ്രാർത്ഥനയൊക്കെ കേട്ടതിന് ശേഷം ഞങ്ങൾ ബസ് സ്റ്റാൻഡുകളിലെല്ലാം പറഞ്ഞാണ് പത്രം കൊടുക്കുന്നത്. അതുപോലെ ഇവിടുന്ന് കാശുരൂപം വാങ്ങിച്ചു കൊണ്ട് പോവുകയും എല്ലാവർക്കും കൊടുക്കുകയും ഉപ്പും തേനുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് ഒരുപാട് പേര് ഞങ്ങളോട് പൈസയൊക്കെ ചോദിക്കുകയും അങ്ങനെ ഞങ്ങളെ പറ്റുന്നത് ഞങ്ങൾ സഹായിക്കുകയും രോഗികളെയൊക്കെ പോയി കാണുകയൊക്കെ ചെയ്യുന്നു. ആത്മീയ ജീവിതം പിന്നെ ജപമാല ചൊല്ലും. ഞങ്ങളൊരു ഹിന്ദുവാണ്. ഇതിന് അറിയത്തില്ലായിരുന്നു ആദ്യം എങ്ങനെയൊക്കെയാണെന്ന്. പിന്നെ പതിയെ പഠിച്ചത്. പിന്നെ പള്ളിയിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എല്ലാ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ. അങ്ങനെ പള്ളിയിൽ പോകാൻ പറ്റി, ആരാധനയിൽ പങ്കെടുക്കാൻ പറ്റി. പിന്നെ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെ മാതാവ് ഈശോയൊക്കെ ഒരുപാട് ഞങ്ങൾ എന്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നോ അതൊക്കെ ഞങ്ങൾക്ക് സാധിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഇനിയും മാതാവിലും ഈശോയിലും വിശ്വസിച്ച് കഴിയണമെന്ന് തന്നെയാണ് ആഗ്രഹം. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുകുമാരനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനമാണുള്ളത്? നിയമാവർത്തനം 4:7 ഇസ്രായേൽ ജനത്തോട് മോശ പറഞ്ഞത്. ഇസ്രായേൽ ജനത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം ദൈവത്തിൻ്റെ സാന്നിധ്യമാണെന്നാണ്. ഉടമ്പടി മക്കളോടും ഉടമ്പടി ജീവിതത്തിൽ ദൈവം നമ്മളോട് പറയുന്നതും അത് തന്നെയാണ്. ദൈവ സാന്നിധ്യമാണ് നമ്മുടെ കൂടെയുള്ളത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും എല്ലാവരുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം, നമ്മുടെ കൂടെയുള്ള ദൈവം, ആ ദൈവത്തിലേക്ക് നമ്മെ കരം പിടിച്ച് നയിക്കുന്ന ഒരമ്മ, കൃപാസനം അമ്മ. കാനായിലെ വിവാഹ വിരുന്നിൽ യോഹന്നാൻ്റെ സുവിശേഷം 2:5 പറയുന്നത് പോലെ അവൻ നിങ്ങളോട് പറയുന്നതെല്ലാം ചെയ്യുക എന്നാണ്. ദൈവത്തെ വിളിക്കാനും വിശ്വാസത്തിലും വചനത്തിലും ഉറച്ച ഒരു ജീവിതം നയിക്കാനുമാണ് പരിശുദ്ധ അമ്മ നമ്മെ ഓരോരുത്തരും ഉടമ്പടിയിലൂടെ നയിക്കുന്നത്. നമ്മുടെ കഷ്ടതയിൽ ദൈവത്തെ വിളിക്കാനും വിശ്വാസത്തോടെ വിശ്വസ്തതയുടെ ഉടമ്പടി നയിക്കുവാനുമാണ്. രോഗമായാലും കുടുംബ പ്രശ്നമായാലും ദുഃഖമായാലും നമ്മെ കൈവിടാത്ത ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ദൈവ സാന്നിധ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു വാഗ്ദാനം ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ. വിളിച്ചപേക്ഷിക്കുമ്പോൾ കേട്ട ഒരു ദൈവത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് സുമയും കുടുംബവും നമ്മളോട് പങ്കുവച്ചത്. ദൈവം സമീപസ്ഥനായിരിക്കുന്ന പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഇന്നത്തെ ആവശ്യങ്ങളനുസരിച്ച്, ഇന്നത്തെ ഏറ്റവും മനുഷ്യരുടെ ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ച് ഏറ്റവും വർക്കൗട്ട് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഉടമ്പടി. ആ ഉടമ്പടിയിൽ ഏത് കാര്യങ്ങളും ഏത് രീതിയിലും നമ്മൾ ഉടമ്പടിയിൽ വെച്ച് കൊടുത്താൽ ഈശോ അമ്മയും ഏറ്റെടുക്കുന്നതാണ്. കാരണം പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയും പരിശുദ്ധ അമ്മയാണ് ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോകുന്നത്. കാനായിൽ അന്ന് ചെയ്ത പോലെ തന്നെയാണ്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞ ആ അമ്മ തന്നെയാണ് ഈ മകനൊരു കൊന്ത വേണം, മകൾക്ക് രോഗസൗഖ്യം കൊടുക്കണം, ജോലിയില്ല, കുടുംബ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, കടബാധ്യതകളുണ്ട്. അങ്ങനെ നമ്മുടെ ഓരോ പ്രശ്നങ്ങളും പരിശുദ്ധ അമ്മയാണ് ഈശോയിലേക്ക് കൊണ്ടുപോകുന്നത്. നമുക്കും നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം, വിട്ടുകൊടുക്കാം. നമ്മളെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ്, നമ്മുടെ കൂടെയുള്ള ദൈവ സാന്നിധ്യമുള്ള ഈ ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ കഷ്ടതയിൽ നമുക്ക് ദൈവത്തെ വിളിക്കാം. ഈശോയുടെ അമ്മയിലും പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ കൂടുതൽ തീഷ്ണതയോടെ നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. സുമയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.